നമുക്ക് തുടങ്ങാം അല്ലേ? യെസ് സാർ, നമുക്ക് തുടങ്ങാം. ഞാൻ അവിടെ ഗ്രൂപ്പിൽ ഒന്ന് ഫോളോ കൊടുക്കുന്നുണ്ട്. അത് ചിലപ്പോ സമയം ആയിട്ടേ. ഓക്കെ 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 സാറ് തുടങ്ങിക്കോളൂ. നമ്മൾ ആക്ച്വലി സ്മാൾ ഇൻഡസ്ട്രി എന്ന് പറയുന്ന മെറീഡിയൻ ആണ് നമ്മൾ ഇന്ന് നോക്കേണ്ടത്. ഇപ്പോൾ സ്മാൾ ഇൻഡസ്ട്രി നിങ്ങൾക്ക് അറിയാലോ, 3ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദഹന പ്രക്രിയയിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനാണ് സ്മാൾ ഇൻഡസ്ട്രീന്. അതായത് സ്റ്റൊമക്കിനകത്ത് പ്രിപ്പറേറ്ററി വർക്ക്സ് ആണ് ശരിക്കും നടക്കുന്നത്. അതിനെ ദഹനത്തിന് വേണ്ട നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ നമ്മളുടെ നമുക്കറിയാം, നമ്മൾ ആൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമുക്ക് ടേസ്റ്റ് ബഡ്സ് ഉള്ളത് നാക്കിലാണെങ്കിൽ പോലും ഈ നാക്ക് നമ്മളുടെ അപ്പർ ഏരിയയിൽ ടച്ച് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്താണോ കഴിക്കുന്നത് അത് ബോഡി സെൻസ് ചെയ്യുകയും നമ്മൾ എത്ര കഴിക്കുന്നുണ്ട് എന്നുള്ളത് സെൻസ് ചെയ്യുന്നതെല്ലാം തന്നെ ഈ നാക്കിൻ്റെ മുകളിലുള്ള നമ്മുടെ ഭാഗങ്ങളിൽ ടച്ച് ആകുമ്പോഴാണ് ശരിക്കും ബോഡിക്ക് ഒരു ഇൻഫർമേഷൻ പോകുന്നത്. അങ്ങനെ നമ്മൾ കഴിച്ചാൽ മാത്രമാണ് ദഹനത്തിന് ശരിക്കും ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന സാധനത്തിനനുസരിച്ചിട്ട് അത് ഫാറ്റാണോ അല്ല പ്രോട്ടീൻ ആണോ, അതിനെ മറ്റേ അത് ഡൈജഷൻ ചെയ്യാൻ ഏതൊക്കെ മറ്റേ എൻഡോക്രൈനോളജിയിൽ നിന്ന് ഉണ്ടാവുന്ന സ്രവങ്ങൾ വേണം എന്നുള്ളതെല്ലാം തീരുമാനിക്കുന്നത് ഈ നിങ്ങൾ ചൂ ചെയ്യുന്നതെന്നാണ് പ്രോപ്പറായിട്ട് നടക്കേണ്ടത്. സോ അങ്ങനെ ചൂ ചെയ്ത് വരുന്ന സമയത്ത് അതിനനുസരിച്ചിട്ട് സ്റ്റൊമക്ക് റെഡി ആയിരിക്കും നിങ്ങളുടെ ആഹാരങ്ങളെ റിസീവ് ചെയ്യാനും അതിനെ മറ്റേ ഈ നമ്മുടെ എന്താ പറയുക ദഹനത്തിന് വേണ്ട സ്രവങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയും അതിനുശേഷം ഡിയോഡിനത്തിലൂടെ നമ്മുടെ സ്മാൾ ഇൻഡസ്ട്രീനിലേക്ക് ഇതൊരു കൺവെയർ സിസ്റ്റം പോലെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ദഹനം നടക്കുകയും ആ ദഹനം നടക്കുന്ന സമയത്ത് തന്നെ ഈ സ്മാൾ ഇൻഡസ്ട്രീനിലൊക്കെ വന്നിട്ട് ചെറിയ ചെറിയ എന്താ പറയുക ഈ പൈപ്പിനകത്ത് നമ്മുടെ കുറേ കാലം വെള്ളം പോയി കഴിഞ്ഞാൽ ഫംഗസ് വരുന്നത് പോലെ അതിനകത്ത് കുറേ എന്താ പറയുക ഒരു വി ഷേപ്പിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ബ്രിസിൽസ് പോലെയുള്ള സാധനങ്ങൾ ഉണ്ടാവും. ആ വില്ലയിൽ ഇത് ടച്ച് ചെയ്യുന്ന സമയത്ത് ദഹന പ്രക്രിയയിൽ നിന്ന് ഇത് സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുന്ന നമ്മുടെ പ്രോട്ടീൻസും ശരീരത്തിന് ആവശ്യമുള്ള മറ്റ് സാധനങ്ങളൊക്കെ തന്നെ വന്നിട്ട് അബ്സോർബേഷൻ ചെയ്ത് സ്പ്ലീനിന്റെ സഹായത്താൽ ബ്ലഡിലൂടെ നമ്മുടെ ഹാർട്ട് ആൻഡ് ലങ്ങിന്റെ മറ്റേ എന്താ പറയുക ഏരിയയിലേക്ക് വരികയും അവിടുന്ന് ബ്ലഡിൽ തിരിച്ച് ഓക്സിജന്റെ കൂടെ മിക്സ് ചെയ്ത് അതാത് സെല്ലുകളിലേക്ക് മൂവ് ചെയ്യണം. അപ്പൊ ആക്ച്വലി വന്നിട്ട് ദഹനത്തിന്റെ ദഹനം നടക്കുന്നത് സ്മാൾ ഇൻഡസ്ട്രീനിലാണെന്ന് പറയാം. അപ്പം അതുകൊണ്ടാണ് ആഹാരം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതിൻ്റെയൊക്കെ പൊരുൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മണം അതേപോലെ തന്നെ കാഴ്ചയിലൂടെ തന്നെ നമ്മളുടെ ബോഡി ഇൻഫർമേഷൻ കൊടുക്കുകയും അപ്പം നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് അത് പ്രോപ്പറായിട്ട് ദഹനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡി പ്രിപ്പറേറ്ററി ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കളിക്കാൻ പോകുന്ന സമയത്താണെങ്കിൽ ഒരു വാമപ്പിംഗ് അപ്പ് ഉണ്ട്. എല്ലാ കാര്യത്തിനും മുമ്പ് ചെറിയൊരു വാമിങ് അപ്പ് ഉണ്ട്. വാമിങ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, കുറേ ഓടുക. അപ്പോൾ ഓടാൻ പോണ ആൾക്ക് പിന്നെ എന്തിനാണ് വാമിങ് അപ്പ്? അല്ലെങ്കിൽ ചാടാൻ പോകുന്ന ആൾക്ക്, അല്ലെങ്കിൽ മറ്റേ ഡൈവ് ചെയ്യാൻ പോകുന്ന ആളുകൾ, അവരൊക്കെ ആദ്യമേ വെള്ളത്തിലൊന്ന് ഇറങ്ങി നനഞ്ഞ് അതിനുശേഷമൊക്കെയാണ് വാമിങ് അപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ ഓരോ പ്രക്രിയയ്ക്കും ഓരോ വാമിങ് അപ്പ് എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് ദഹനം എന്നുള്ളത് ഒരു വലിയൊരു എന്താ പറയുക സിസ്റ്റമാണ്. ആക്ച്വലി നമ്മളുടെ ഭാരതീയ കൺസെപ്റ്റില് മറ്റേ ആക്ച്വലി ഹോമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നിയിലേക്ക് എന്താണോ സമർപ്പിക്കുന്നത് അതാണ് ഹോമം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ സ്മാൾ ഇൻഡസ്ട്രിയിൽ എന്താ നടക്കുന്നത്? ദഹനാണ് നടക്കുന്നത്. സോ നിങ്ങൾ കഴിക്കുന്ന ആഹാരങ്ങൾ പോലും ദൈവം എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് എങ്ങനെ സമർപ്പിക്കുമോ അത്രയും എന്താ പറയുക നമ്മളുടെ ഇപ്പൊ ദൈവത്തിന് ഒരു സാധനം നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനോട് നമ്മൾ എത്ര മാത്രം ഇൻവോൾവഡ് ആയിരിക്കും ഇല്ലേ? അത്ര മനസ്സുകൊണ്ട് പ്യൂരിഫൈ ആയി അതിൽ മാത്രം ശ്രദ്ധ കരിച്ച് എത്രയും വൃത്തിയായും വെടിപ്പായും ഒരു കാര്യം ചെയ്യുന്നതിന് തുല്യമായിട്ടാണ് ഇപ്പൊ ഹോമത്തിൽ ഒരു സാധനം അർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മറ്റെന്താ പറയുക ആ സാധനങ്ങൾ ദ്രവ്യത്തിനെ ശുദ്ധി വരുത്തി അതിനൊരു ഭക്തിപൂർവമായിട്ടാണ് നമ്മൾ ദഹനത്തിലേക്ക് തീയിലല്ലേ ഇടുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തിടുകയല്ല ചെയ്യുന്നത്. മറിച്ച് ആ സങ്കല്പം മനസ്സിനകത്ത് കൊണ്ടുവന്നിട്ടാണ് ഈ സമർപ്പണം ഹോമത്തിൽ. അതേപോലെ തന്നെയാണ് നമ്മൾ ആഹാരം. സാർ എന്തെങ്കിലും പറഞ്ഞോ? സാർ, മിക്ക സമയത്തും ആൾക്കാർ പറയുന്ന ഒരു സംശയമുണ്ട്. ചില ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് HCl സ്റ്റൊമക്കിലും മറ്റേ ബൈല്
സ്മോൾ ഇൻഡസ്ട്രിയിലേക്കുമാണ് ഉപയോഗിക്കുക. അതായത് ഏത്? HCl സാധാരണ ഭക്ഷണത്തെ കത്തിക്കാനും ആ. ബൈല് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണത്തെ ദഹിപ്പിക്കാനും കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഉപയോഗപ്പെടുന്നത്. ബൈല് പൊതുവെ ഫാറ്റിനെ ദഹിപ്പിക്കാനാണ്. അതെ 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 ഉം. പ്രോട്ടീനും ഫാറ്റിനും ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്മോൾ ഇൻഡസ്ട്രിയിലേക്കാണ് ഡയറക്റ്റ് എന്ത് ചെയ്യുന്നത്, ആ, ചെയ്യുന്നത്. ഡിയോഡനത്തിലേക്കാണ് ബൈല് വരിക. ഓക്കെ. അതായത് ഡിയോഡനത്തിലാണ്. ആ, സ്മോൾ ഇൻഡസ്ട്രിന്റെ ഫസ്റ്റ് പാർട്ടിലേക്ക്, അല്ലെ അപ്പർ പാർട്ടിലേക്ക്. ഫസ്റ്റ് പാർട്ടിൽ ഡിയോഡിനത്തിന്റെ എൻട്രൻസിൽ തന്നെയാണ് ബൈല് വരിക. അതിന് പ്രിപ്പറേറ്ററി വർക്കുകളൊക്കെ അറിയണം, എങ്കിലേ ബൈല് അവിടെ പ്രിപ്പയർ ആയിട്ട് ഇരിക്കത്തുള്ളൂ. ബൈലിനെ അപ്പൊ കുറിച്ച് അതില് നമ്മൾ പറയുമ്പോൾ സാറേ ആ, നമ്മളിപ്പോ അലോപ്പതി പ്രകാരം ഇപ്പൊ ഒരാൾക്ക് പിത്താശയ സഞ്ചിയില് കല്ലോ മറ്റോ വന്നു കഴിഞ്ഞാല് ഉം, ഉടനെ അവരത് റിമൂവ് ചെയ്യുന്നു. അതെ അതെ അത് നമ്മൾ സാധാരണ ലിവർ പ്രൊഡക്ഷൻ ചെയ്യുന്ന ബൈല് സൂക്ഷിച്ചു വെച്ചിട്ട് പിത്തസഞ്ചി നമുക്ക് ദഹനത്തിന് വേണ്ടി മാത്രമായിട്ട് അതേ സമയത്ത് സ്പ്രേ ചെയ്യുന്ന പോലെ ആ സമയത്ത് എത്തിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. അങ്ങനെ. ഇപ്പൊ ഇവിടെ അതായത് എങ്ങനെയാ വെച്ചാൽ അതിന്റെ പ്രോസസ്സ് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ലിവർ ആണ് ആക്ച്വലി ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനെ ഉം, നിങ്ങളിപ്പോ ഒരു 10 ലിറ്റർ ബൈൽ, എക്സാമ്പിൾ ഞാൻ പറയാൻ വേണ്ടി, പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി, ഉം, 10 ലിറ്റർ ബൈൽ ഉണ്ടെങ്കിൽ അതിനെ 1 ലിറ്റർ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഗാൽ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്യും. നിങ്ങൾ ഉം. കഴിക്കുന്നതിനകത്ത് ഫാറ്റ് കണ്ടന്റ് വരുമ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ടാണ് കഴിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ബൈൽ എന്ത് ചെയ്യുവെച്ചാൽ ഈ ആഹാരം സ്റ്റൊമക്കിൽ വന്ന ശേഷം സ്മോൾ ഇൻഡസ്ട്രിയിലേക്ക് ഡിയോഡിനിലേക്ക് കയറുന്ന സമയത്ത് അവിടുന്ന് നിങ്ങൾ കഴിച്ച ക്വാണ്ടിറ്റി പ്രീ ഫിക്സ്ഡ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ബൈലിനെ തിരിച്ച് ഡൈലൂട്ട് ചെയ്തിട്ട് അവിടെ കൊടുക്കുക ചെയ്യുന്നത്. ഈ ബൈൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്രോസസ്സാണ്. അത് നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം ഒരു നേരം പോയി ഇരുന്ന് കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് ലിവറിന് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴാണ് ഈ ബൈൽ പ്രൊഡക്ഷൻ നടക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആക്ച്വലി ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം ആൾറെഡി നമ്മുടെ ക്ലാസ്സിൽ. അതല്ലെങ്കിൽ ലിവർ മെറീഡിയനും ഗാൽ ബ്ലാഡർ വരുമ്പോഴും ഒരിക്കൽ കൂടെ റിപ്പീറ്റഡ് ആവും. അപ്പോൾ ഈ ഉറങ്ങുന്ന സമയത്ത് ലിവറിന്റെ ഐഡിയൽ പ്രോസസ്സിൽ പറഞ്ഞാൽ അത് അങ്ങനെ പോയി ഉറങ്ങുകയല്ല. ഹാർട്ടിന്റെ ഐഡിയൽ ടൈമിന് പറഞ്ഞാൽ ഹാർട്ട് അങ്ങനെ റെസ്റ്റ് എടുക്കുകയല്ല. ആ സമയത്ത് ശരിക്കും ഹാർട്ടിന് കൂടുതൽ വർക്ക് ലോഡാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ലിവർ ബൈൽ പ്രൊഡ്യൂസ് ചെയ്യും. ഈ പ്രൊഡ്യൂസ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത ശേഷം എക്സസ് വരുന്ന ബൈൽ സ്മാൾ ഇൻഡസ്ട്രിയിൽ തന്നെ ഉണ്ടാവും. ഓക്കെ. ഈ സ്മാൾ ഇൻഡസ്ട്രിയിൽ കിടക്കുന്ന ബൈൽ ശരിക്കും പറഞ്ഞാൽ അത് വളരെ എന്താ പറയുക പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് ശരീരത്തിന് ആവശ്യമില്ലാത്തതാണ്. അതുകൊണ്ടാണ് നാച്ചുറോപ്പതിയിലും മറ്റുമൊക്കെ പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ മറ്റേ പല വൈദ്യന്മാരും പോയി കഴിഞ്ഞാലോ രാവിലെ എഴുന്നേറ്റ ഉടനെ ഇളം ചുടുവെള്ളത്തിൽ കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒരു ഇത്തിരി തേന് ചേർത്ത് കഴിക്കാൻ പറയുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രക്രിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ചൂടുവെള്ളത്തിൽ തേന് മിക്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബോഡിയുടെ അബ്സോർബേഷൻ പർപ്പസിന് ഉപയോഗിക്കില്ല, മറിച്ച് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. തേന് ചൂടാക്കി കഴിക്കാറില്ല എന്ന് പറയാറില്ലേ? ബോഡി അത് ബോഡി ആഗീകരണം ചെയ്യില്ല എന്നാ പറയുന്നത്. അപ്പോൾ ഈ പ്രോസസ്സിൽ ഇതെന്ത് വെച്ചാൽ ഇവാക്കേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. ചെറുനാരിങ്ങ എന്നുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ടോക്സിക് റിമൂവ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു സാധനമാണ് ഈ ചെറുനാരങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സസ് ബൈൽസിനെ മുഴുവനും സ്മാൾ ഇൻഡസ്ട്രിയിൽ നിന്ന് തുടച്ച് നീക്കി നമ്മുടെ മോഷൻ ക്ലിയർ ആവാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് രാവിലെ എഴുന്നേറ്റ ഉടനെ ഇളം ചുടുവെള്ളത്തിൽ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഒരു സ്വല്പം തേനും കൂടെ ചേർത്ത് കഴിക്കുന്നത്. അതല്ലാണ്ട് രാവിലെ അനുബന്ധമായിട്ട് സംശയം, ചില ആൾക്കാര് മലത്തില് പച്ച നിറം കാണാറുണ്ടെന്ന് പറയാം. അതെ, അത് ആയതുകൊണ്ടാണോ? ബൈൽ തന്നെയാണ്. അവർക്ക് മറ്റേ കല്ല്, മണ്ണ്, ചുമരിലത്തെ ഈ ഇതില് കുമ്മായക്കട്ട, അതേപോലത്തെ നമ്മള് സാധാരണ തിന്നാൻ പാടില്ലാത്ത സാധനങ്ങളൊക്കെ അവർക്ക് തിന്നാൻ ഭയങ്കര രുചിയായിരിക്കും. അവര് എടുത്ത് തിന്നും ചെയ്യും ഇത്തരം ആൾക്കാർ. അത് ഇതിന്റെ ഈ എക്സസ് ആയിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന അത് ഡെഫിഷ്യൻസിയാണ്. ഇപ്പൊ ചുണ്ണാമ്പ് തിന്നുന്ന ആളുകൾക്ക് വന്നിട്ട് കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാവും. അതേമാതിരി തന്നെ മറ്റേ മണ്ണും മറ്റും തിന്നാൻ താല്പര്യപ്പെടുന്നവർ, ആഷ് താല്പര്യപ്പെടുന്നവർക്ക് ശരീരത്തിന് സിലിക്കയുടെ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട സംശയം എന്താ വെച്ചാല്, ഇപ്പൊ നമ്മളിപ്പോ ഇതൊരു സെൻസ് പോലെ നമ്മുടെ ശരീരത്തിലെ സ്മോൾ ഇൻഡസ്ട്രിയിലേക്ക് ഭക്ഷണം ചെല്ലുമ്പോൾ ഒരു സെൻസർ പോലെ അതിന്റെ ആവശ്യമായ ബൈല് മാത്രം കൊടുത്തുകൊണ്ട് അതിനെ ദഹിപ്പിച്ചു ഇതാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പിത്തസഞ്ചി റിമൂവ് ചെയ്ത് കഴിഞ്ഞാല് അത് അത് പറഞ്ഞു വരികയാണ്. അപ്പൊ ആക്ച്വലി അത് പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, ഈ ഡൈല്യൂട്ട് ചെയ്ത് എടുത്തു വെക്കുന്ന പണി മാത്രമാണ് ഈ ഗാൽ ബ്ലാഡർ ചെയ്യണത്.
അതെ. ഓക്കെ. ഇപ്പൊ എക്സാമ്പിൾ ഒരു ഫ്രിഡ്ജിനകത്ത് നിങ്ങൾ ഒരു സാധാരണ പാത്രത്തിൽ ഒരു 3 പാത്രത്തിൽ ഒന്ന് നോർമൽ വാട്ടർ വെക്കുന്നു. ഇനി ഒന്നൊരു സോളിഡ് ആയിട്ടുള്ള ഇപ്പൊ എക്സാമ്പിൾ പാൽ തന്നെയാണ് എന്ന് വിചാരിക്കാം. അത് വെക്കുന്നു. വേറൊരു വെള്ളത്തിനകത്ത് ഉപ്പ് ഇടുന്ന സമയത്ത് വെള്ളത്തിന്റെ ഡെൻസിറ്റി പിന്നെയും മറ്റെന്താ പറയാ കുറച്ചുകൂടി എലോങ്ങേറ്റ് ആവും. ഓക്കെ. ഉം. അത് പിന്നെ ഒരുപാട് കൂടുമ്പോഴാണ് സാൾട്ട് വന്നിട്ട് തിക്ക് വാട്ടർ ആവുക. അല്ലാണ്ട് ലൈറ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് തിരിച്ചും വന്നിട്ട് എന്താവും കുറച്ചുകൂടെ ഡൈലൂട്ടഡ് ആവും. ഈ 3 പാത്രങ്ങൾ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഏത് പാത്രമാണ് ആദ്യം ഐസ് ആവുക? പാല്. പാല്. എന്തുകൊണ്ടാച്ചാൽ അത് ഡെൻസിറ്റി കൂടുതലാണ് അല്ലേ? അതെ അതെ അപ്പൊ അത് അതെ. ആക്ച്വലി ഫ്രിഡ്ജിന്റെ കുഴപ്പമാണോ? അല്ല അല്ല അല്ല. അല്ല. അതേമാതിരി ഇപ്പൊ ഗാൽ ബ്ലാഡർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഒരു ബൈൽ സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും ഗാൽ ബ്ലാഡറിന്റെ ഇഷ്യൂസ് കൊണ്ടാവണം എന്നില്ല. അത് എപ്പോഴും വന്നിട്ട് കിട്ടുന്ന ബൈൽ ഇംപ്രോപ്പർ ആയിരിക്കും. അതായത് വെള്ളം തരുന്ന സ്ഥലത്തിന് പകരം പാലിന്റെ ഡെൻസിറ്റി ഉള്ള ബൈൽ വന്നു കഴിഞ്ഞാൽ അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് 10 ലിറ്ററിന് 1 ലിറ്റർ ആകുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി അതിനകത്ത് സോളിഡ് ആയിട്ടുള്ള അംശങ്ങൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അങ്ങനെ ബൈൽ സ്റ്റോൺ ആണെന്ന് പറഞ്ഞ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ അവർക്ക് ഡൈജഷൻ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവരുടെ ലൈഫ് ലോങ് ഉണ്ടാവും. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ബൈൽ സ്റ്റോൺ ഇപ്പൊ ഈ സൂക്ഷിച്ചു വെച്ചുള്ള ഇത് സ്റ്റോൺ ആയിട്ട് മാറിയിട്ട് അതിനെ ഈ ലിക്വിഡ് ആയിട്ട് പരുവത്തില് ശരീരം പുറം തള്ളോ ഇതിൽ തന്നെ നോർമലി? പുറം തള്ളാൻ എന്നിട്ട് അങ്ങനെ ഇപ്പൊ ഒരു പരിധിയിൽ കവിഞ്ഞ സ്റ്റോൺ ആണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതല്ലാതെ ഉള്ളതൊക്കെ തന്നെ നിങ്ങൾ ദിവസവും രാവിലെ വെറും വയറ്റിലും രാത്രി കിടക്കാൻ പോകുന്ന സമയത്തും ഓരോ സ്പൂൺ വന്നിട്ട് നിങ്ങൾ എന്താ പറയാ നമ്മുടെ വെർജിൻ ഒലീവ് ഓയിൽ ഇല്ലേ, അതായത് ഇൻടേക്ക് ഫുഡ് ഗ്രേഡിലുള്ള വെർജിൻ ഒലീവ് ഓയിൽ ദിവസം ഒരു സ്പൂണ് രാവിലെ എംടി സ്റ്റൊമക്കിലും വൈകുന്നേരം കിടക്കാൻ പോകുമ്പോഴും എടുക്കുന്നത് ചെറിയ ചെറിയ സ്റ്റോൺസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പുസ്തകമുണ്ട്, ബോംബെയിലുള്ള ഒരു ഡോക്ടർ എഴുതിയാണ്, അത് വളരെ എഫക്റ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ എപ്സം സാൾട്ടും മുസംബി ജ്യൂസും പിന്നെ മറ്റേ അതിൻ്റെ കൂടെ തന്നെ ഒലീവ് ഓയിലും കൂടെ അതൊരു 2 ദിവസത്തെ പ്രോസസ്സാണ്. ഒരു ദിവസം ഉച്ചയ്ക്ക് തുടങ്ങി കഴിഞ്ഞാൽ അടുത്ത ദിവസം ഉച്ച വരെ ആയിട്ടാണ് ഒരു ഷെഡ്യൂൾ ചെയ്യുക. എപ്സം സാൾട്ടും ഇതിനകത്ത് കഴിക്കണം. എന്താ പറയുക, നമ്മുടെ മുസംബി ജ്യൂസിന്റെ കൂടെ. ബയോകെമിക്കൽ പെട്ട സാൾട്ട് ആണ് സാർ? അല്ല 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 അല്ല. ഇത് എപ്സം സാൾട്ട് നിങ്ങൾക്ക് മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടും. ബയോ സാൾട്ട് വേറെയാണ്, എപ്സം സാൾട്ട് വേറെയാണ്. ബയോ സാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റേ ഉപ്പിന്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല. അത് വന്നിട്ട് ഫണ്ടമെന്റൽ ആയിട്ട് നമ്മുടെ ശരീരത്തിന് വേണ്ട 12 എലമെന്റ്സ് ആണ്. അത് ഓരോ മറ്റേ ജനിക്കുന്ന ആളുകളിലും 2-3 ബയോസാൾട്ട് ഡെഫിഷ്യൻസി വരും. കാരണം നമ്മൾ 12 മാസം വയറ്റിനകത്ത് ഇരിക്കുന്നില്ല, 9 മാസമാണ് ഒരു കുഞ്ഞ് ശരീരത്തിനകത്ത് ഇരിക്കുന്നത്. അപ്പൊ അതിന് കോസ്മിക് റേയുടെ അഭാവം ഉണ്ടാവും. അതൊരു 3 മാസത്തെ ഡെഫിഷ്യൻസി വരും. അതാണ് ബയോസാൾട്ട്. അപ്പൊ നിങ്ങൾ റെഗുലർ ആയിട്ട് ആ ബയോസാൾട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് ബ്ലഡ് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. നിങ്ങൾ അതിന്റെ സിംറ്റംസ് വെച്ചിട്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. അതല്ലെങ്കിൽ ഇപ്പൊ ജനുവരി മാസം ഒരാള് 10-ാം തീയതി ജനിച്ചു എങ്കിൽ അയാളുടെ ബാക്കിയുള്ള 90 ദിവസത്തേക്ക് കണക്കെടുത്തിട്ട് ആ സമയത്ത് ഏത് ബയോസാൾട്ടാണ് ഡെഫിഷ്യൻസി ഉണ്ടാവുക എന്നുള്ളത് അറിഞ്ഞിട്ട് കൊടുക്കണം. ഓരോ മാസത്തിനും ഈ സാൾട്ടിന് പ്രത്യേകത ഉണ്ടല്ലേ? ഉണ്ട്. അപ്പൊ പൊതുവെ അവർക്ക് ആ ജനിച്ചത് നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതറിയാം. ഇപ്പൊ കുട്ടികളൊക്കെ ജനിക്കുമ്പോഴേ പൊതുവെ നമ്മുടെ ജാതകം നോക്കാനൊക്കെ പോകുന്ന സമയത്ത് ബാലാരിഷ്ടം എന്ന് പറയും. ഒരു 3 മാസത്തേക്ക് 4 മാസത്തേക്ക് ബാലാരിഷ്ടം എന്ന് പറയുന്നില്ല. അല്ല, അരിഷ്ടമല്ല, ബാലാരിഷ്ടം എന്ന് പറഞ്ഞിട്ട് മറ്റേ അവർക്ക് ആ ഡെഫിഷ്യൻസി സമയം പറയും. ഈ 3 മാസം നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ചിരിക്കണം, അല്ലെങ്കിൽ 4 മാസം ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളത് പറയുമ്പോൾ അത് ലൈഫ് ലോങ് അവർക്ക് അതിന്റെ ഒരു ചെറിയൊരു ഇമ്പാക്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മറ്റേ അത് നമ്മുടെ ഈ സബ്ജക്റ്റ് അല്ല, നമ്മൾ ഡൈവേർട്ട് ആയി പോകും. എങ്കിലും സബ്ജക്റ്റിലൂടെ തന്നെ കടന്നു പോകുന്നുണ്ട് ഇതൊക്കെ. അപ്പൊ അതിൽ വരുമ്പോൾ കുറച്ചുകൂടി കൃത്യത ഉണ്ടാവും അത്. അങ്ങനെ അത് ബയോസാൾട്ട് വേറൊരു സബ്ജക്റ്റ് ആണ്. അത് ഇതുമായിട്ട് ബയോസാൾട്ട് ചില ഡെഫിഷ്യൻസികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നല്ല മാറ്റം ഉണ്ടാവും. അതായത് നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു മരുന്ന് കഴിക്കുന്നു, എന്നിരുന്നാലും തൽക്കാലം മാത്രമേ റെമഡി കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ ആയിട്ട് ബയോസാൾട്ടിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും. അത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കഴിച്ച മരുന്ന് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എഫക്ട് ചെയ്യും. ബയോസാൾട്ട് വളരെ ക്ലാസ്സിൽ അല്ലേ? ടൈം പോയി. എന്താ സാർ?
അല്ല, നമ്മുടെ ക്ലാസ്സിലൊന്നും വിട്ട് കുറച്ച് പുറത്തേക്ക് പോയി എന്നറിയാണേ. അതെ അതെ, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സബ്ജക്റ്റ് മാറണമെന്ന്. കുഴപ്പമില്ല. അപ്പോൾ നമ്മളുടെ ഈ മറ്റേ അബ്സോർബേഷൻസ് ഒക്കെ നടക്കുകയും ഈ ഇവാക്വേഷന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് ഗാൽ ബ്ലാഡർ സ്റ്റോണിന്റെ ഇഷ്യൂസ് ആക്ച്വലി ഗാൽ ബ്ലാഡർ റിമൂവ് അല്ല ചെയ്യേണ്ടത്, മറിച്ച് നിങ്ങൾക്ക് ലിവർ എന്തുകൊണ്ടാണ് ഒരു നന്നല്ലാത്ത ബൈല് പ്രൊഡ്യൂസ് ചെയ്തതെന്ന് നോക്കണം. അപ്പോൾ ലിവർ പറയും എനിക്ക് വെളിയിലുള്ള ആ സാധനങ്ങളുമായിട്ട് ബന്ധമൊന്നുമില്ല, നിങ്ങൾ എന്താണോ കഴിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണോ ജീവിക്കുന്നത്, ആ ഒരു എനർജി വെച്ചുകൊണ്ടാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളൊരു മറ്റേ ഒരു ഹോട്ടലിൽ പോകുന്നു, ഇമ്മീഡിയറ്റ് ആയിട്ട് വേണം, ഒന്നും അറിയണ്ട, എനിക്ക് ട്രെയിന് കയറാനുള്ളതാണ്. ഒരാൾ റോസ്റ്റും ഒരാൾ നമ്മുടെ ഊത്തപ്പം എന്ന് പറയുന്ന സാധനവും ചോദിച്ചു എന്ന് വെക്കുമോ, ഇപ്പൊ തന്നെ തരണം, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസ്റ്റ് കറക്റ്റായിട്ട് വെന്തത് കിട്ടും, ഊത്തപ്പം ശരിക്കും വെന്തത് കിട്ടത്തില്ല. ശരിയല്ലേ? കാരണം റോസ്റ്റിന് കല്ല് ചൂടാകുന്നതിനേക്കാളും കൂടുതൽ ഊത്തപ്പത്തിനും ദോശയ്ക്കും കല്ല് ചൂടാവണം, കാരണം അത്രയും ഡെൻസിറ്റിയിൽ ഒഴിക്കുന്നത് കൊണ്ട്. അപ്പോൾ അതേപോലെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും മറ്റൊക്കെ വെച്ച് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തെന്നാണ് ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ റൂട്ടിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫുഡ് സ്റ്റൈലും ലൈഫ് സ്റ്റൈലും ഗാൽ ബ്ലാഡർ സ്റ്റോൺ ഉണ്ടാവാനുള്ള കാരണമായിട്ട് വരും. അപ്പോൾ അതിന് മറ്റേ തൽക്കാലം ആ സ്റ്റോൺ അവിടെ നിന്ന് റിമൂവ് ചെയ്യലല്ല നമ്മുടെ പണി, മറിച്ച് അത് പിന്നീട് ഫോം ആകാതിരിക്കാൻ കൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും ഫുഡ് സ്റ്റൈലിലും അതിനൊരു അടുക്കും ചിട്ടി ഉണ്ടാകണം. ഓക്കെ, ഉറക്കമൊന്നുമില്ലാതെ ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പൊ IT ഫീൽഡിലൊക്കെ വന്നിട്ട് ഈ മറ്റേ എന്താ പറയുക, രാത്രി സമയങ്ങളിൽ ഡ്യൂട്ടി ചെയ്യുന്ന ഒരുപാടുണ്ട്. അതായത് അമേരിക്കയുടെ ടൈമിന് വേണ്ടിയിട്ട് അവിടുത്തെ കോൾ സെന്ററിലും മറ്റും വർക്ക് ചെയ്യുന്നവരൊക്കെ അവിടങ്ങളിൽ തന്നെ അവര് മാഗി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുക. ഇത് നിങ്ങൾ റെഗുലറായിട്ട് കഴിക്കുന്ന സമയത്ത് ആൾറെഡി ലിവറിന്റെ സമയത്താണ് ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗാൽ ബ്ലാഡറിനും ലിവറിനും ഈ മര്യാദയ്ക്ക് ബൈല് മറ്റേ ലിവറിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിനകത്ത് ഈ മറ്റേ മാഗി, നൂഡിൽസും പസ്ത അങ്ങനെയൊക്കെ പറഞ്ഞ സാധനങ്ങൾ അത് മുഴുവൻ ഫാറ്റ് കണ്ടന്റ് കൂടുതലുള്ളതാണ്. അപ്പോൾ അത് സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒട്ടുമിക്ക ആളുകൾക്കും ഗാൽ ബ്ലാഡറിന്റെ ഇഷ്യൂസ് വരികയും അത് റിമൂവ് ചെയ്യേണ്ടി വരികയും ചെയ്യും. അങ്ങനെ നിങ്ങൾ റൂട്ട് കാസിനെ ട്രീറ്റ് ചെയ്യാതെ ഗാൽ ബ്ലാഡറിനെ മാത്രമാണ് റിമൂവ് ചെയ്യുമെങ്കിൽ അടുത്തത് അതിന്റെ താഴെയുള്ള ഓർഗണിലെയോ അപ്പർ ഓർഗണിനെയോ ഉറപ്പായിട്ടും ബാധിക്കും. ഓക്കെ, അപ്പൊ നോർമലി വന്നിട്ട് സ്റ്റൊമക്ക് വരുന്നു, സ്റ്റൊമക്കിൽ നിന്ന് നിങ്ങൾക്ക് ആ ഗാൽ ബ്ലാഡറിന്റെ ലൊക്കേഷൻ കാണുന്നുണ്ടാവും. അത് നോക്കൂ, അതിന്റെ ഗ്രീൻ കളർ പൈപ്പ് വന്നിട്ട് എവിടെയാണ് വന്ന് മറ്റേ ചേരുന്നത് നോക്കിക്കഴിഞ്ഞാൽ സ്മോൾ ഇൻഡസ്ട്രിയലിൽ ഡിയോഡിനം എഴുതിയിട്ട് അതിന്റെ അടുത്താണ് ഈ ആക്ച്വലി ബൈൽ വന്ന് ചേരുന്നത്, അല്ലാണ്ട് സ്റ്റൊമക്കിലേക്കല്ല. ഓക്കെ, സ്റ്റൊമക്കിലും അതേമാതിരി തന്നെ കുറേയേറെ സിസ്റ്റങ്ങളുണ്ട്, സ്റ്റൊമക്കിനും കുറേയേറെ ലെയേഴ്സ് ഉണ്ട്. അതിനകത്ത് നിങ്ങൾ കഴിക്കുന്ന ഫുഡ് വരുമ്പോൾ തന്നെ അതിനകത്ത് ഒരു അറ്റ്ലീസ്റ്റ് ഒരു അര ഭാഗമെങ്കിലും അത് വന്നിട്ട് ലിക്വിഡ് ഫോം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിനകത്തേക്കാണ് നിങ്ങളുടെ ഫുഡ് വന്ന് വീഴുക. അവിടുന്ന് അത് എല്ലാം മിക്സറായിട്ട് റെഡി ടു ബേൺ ആവാനുള്ള ഒരു പർപ്പസിന്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പം ഒരു ചിരട്ടയാണ് കത്തിക്കേണ്ടതെങ്കിൽ ചിരട്ടയിൽ ആദ്യമേ തന്നെ മണ്ണെണ്ണയൊക്കെ എല്ലാവരുടെയും ടച്ച് ചെയ്ത് വെച്ചിട്ട് കത്തിക്കുന്നത് പോലെ നമുക്ക് വരുന്ന ഫുഡിനെ ഡൈജഷൻ ആവാൻ വേണ്ടിയിട്ട് പ്രിപ്പറേറ്ററി വർക്ക്സ് സ്റ്റൊമക്കിൽ നടക്കും. അതിനുശേഷം ഡിയോഡിനം വഴി നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രിയിലേക്ക് വരും. അതിനകത്ത് എന്താ പറയുക, ജിജുനം എന്ന് പറയും മിഡ് പോർഷനെ. അത് കഴിഞ്ഞിട്ട് ഇലിയോസിക്കൽ വാൾവിലൂടെ, ഇല്യമാണ് ലാസ്റ്റ് പോർഷൻ, അവിടുന്ന് ഇലിയോസിക്കൽ വാൾവിലൂടെ സ്മോൾ ഇൻഡസ്ട്രിയിലേക്കാണ് ഈ ദഹനത്തിന് ശേഷമുള്ള ഫുഡ് പ്രോസസ്സ് വരിക. അപ്പൊ നമ്മുടെ ഇതൊരു എന്താ പറയുക, കുറേയേറെ സൈക്കിളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ചിത്രത്തിലും സ്മോൾ ഇൻഡസ്ട്രിയൻ വരഞ്ഞിരിക്കുന്നത് പല രീതിയിലായിരിക്കും. നിങ്ങൾ അത് കൺസിഡർ ചെയ്യേണ്ട, അതിങ്ങനെ കുറേയേറെ നീളത്തിൽ കിടക്കുന്ന ഒരു സാധനമായിട്ട് കണ്ടാൽ മതി. ഓക്കെ, ഇതിനകത്താണ് മെയിനായിട്ട് നമ്മുടെ ദഹനം നടക്കുകയും ഈ സാധനം വളരെയേറെ എന്താ പറയുക, എവിടെയും ടൈ ചെയ്തൊന്നും വെക്കാതെയാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ ആഹാരമൊക്കെ കഴിച്ചിട്ടും നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ കൊണ്ടും വയറിനെ വലുതാക്കുമ്പോഴും ചുരുങ്ങുമ്പോഴെല്ലാം തന്നെ ബോഡിയുടെ ഒരു വളരെയേറെ പ്രാധാന്യമാണ് ഇത് എന്താ പറയുക അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇത്രയേറെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളെ പോലും ചില ആളുകൾ വന്നിട്ട് ഇതിനകത്ത് കുരുക്കുണ്ടാക്കാറുണ്ട്. പ്രോപ്പറായിട്ട് കഴിക്കാതെ വിശന്ന് ഇരുന്ന് ആകുന്ന സമയങ്ങളിൽ ഇംപ്രോപ്പറായിട്ട് കഴിക്കുക. അതേമാതിരി തന്നെ നല്ല വിശപ്പായിരിക്കും, ആ സമയത്ത് പോയിട്ടും എണ്ണക്കടികളും ചായയും ഒക്കെ കുടിക്കുന്നതിലൂടെ ഒന്നില്ലെങ്കിൽ അതിനകത്ത് അൾസർ ഉണ്ടാകും,
അതുമല്ല എങ്കിൽ ചില ഭാഗങ്ങൾ നോട്ടഡ് ആവും. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നോട്ട് വീഴും. ഇപ്പൊ കുട്ടികൾക്കൊക്കെ കുടല് മറിയാന്ന് പറയുന്ന പോലെ നോട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ സർജറി ചെയ്യാതെ വഴിയില്ല. ഓക്കെ. ആൾമോസ്റ്റ് നമ്മൾ മറ്റേ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ നോക്കണമെന്ന് എനിക്കറിയില്ല. എങ്കിലും ഒന്ന് വായിച്ചു പോകാം. ദ സ്മാൾ ഇൻറ്റസ്റ്റൈൻ ഈസ് ക്രൂഷ്യൽ ഓർഗൻ ഇൻ ദ digestive system, primarily responsible for the chemical breakdown of food and the absorption of nutrients. It also performs important endocrine and immune function. The small intestine is where the body absorbs over 90% of its nutrients and water. അത് നമ്മുടെ ദഹന പ്രക്രിയയിൽ 90% ശരീരത്തിന് ആവശ്യമുള്ള ന്യൂട്രീഷ്യൻസും വാട്ടേഴ്സും അബ്സോർബ് ചെയ്യുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത്, ഒട്ടുമിക്ക ലോങ് ടേം സ്കിൻ ഡിസീസിനും ഒക്കെ തന്നെ, അതായത് സ്കിന്നിൽ ഒരു ഇഷ്യൂസ് വരികയാണെങ്കിൽ എല്ലാമല്ല, ഒരു 90% സ്കിൻ ഇഷ്യൂസ് കണക്റ്റഡ് വിത്ത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. പ്രത്യേകിച്ച് വന്നിട്ട് നമ്മളുടെ എന്താ പറയുക, സോറിയാസിസും അതേപോലെ തന്നെ മറ്റേ എന്താ പറയുക, ഇങ്ങനെ സ്കിന്നിൽ നിന്ന് കൂടി മറ്റേ ടോക്സിക് റിമൂവൽ, സോറിയാസിസ് അതാണല്ലോ, സ്കിന്നിലൂടെ ടോക്സിക് വരികയാണ്. എന്താണ്, സ്കിന്ന് അവിടുന്ന് ചൊറിഞ്ഞ് വൈറ്റ് നിറത്തിലുള്ള ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങൾ വരിക. ഇതെല്ലാം തന്നെ വളരെയേറെ കണക്റ്റഡ് ആണ് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ. അതായത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എവിടെയെങ്കിലും ഒരു ചെറിയ അൾസറേറ്റ് സിംറ്റമോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ടോക്സിക് എലമെന്റ്സ് വന്നിട്ട് അബ്സോർബേഷനായി പോവും. ഈ സാധനം ബോഡി പതുക്കെ എവിടെ ഡെപ്പോസിറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും സ്കിൻ ഏരിയയിൽ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കും. അതങ്ങനെ ഡെപ്പോസിറ്റ് കൂടുന്തോറും പതുക്കെ 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 പുറത്തു വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉറപ്പായിട്ടും സ്മാൾ ഇൻറ്റസ്റ്റൈനിൽ ലോഡ് വരാത്ത രീതിയിലായിരിക്കണം ഇതിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഫുഡ് സ്റ്റൈൽ കൊടുത്ത് ട്രീറ്റ് ചെയ്താൽ മാത്രമേ ഒരു കംപ്ലീറ്റ് ക്യൂർ കിട്ടുള്ളൂ. ഓക്കെ. പലപ്പോഴും വന്നിട്ട് വിരുദ്ധാഹാരം കഴിക്കുന്നത് കൊണ്ടും വരുന്നു പറയുന്നുണ്ട്. പക്ഷെ വിരുദ്ധാഹാരം കഴിച്ചാലും അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവുന്നത് സ്മാൾ ഇൻറ്റസ്റ്റൈനിലാണ്. സോ ഈ മറ്റേ ക്രോണിക്കലായിട്ടുള്ള സ്കിൻ ഡിസീസ് ഒക്കെ ഉറപ്പായിട്ടും സ്മാൾ ഇൻറ്റസ്റ്റൈനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടാവും. അതിനൊരു എക്സാമ്പിൾ എനിക്ക് പറയാനുള്ളത്, എനിക്ക് എൻ്റെ കൂടെ എനിക്ക് പരിചയമുള്ള ഒരു കുട്ടി ആക്ച്വലി വന്നിട്ട് സ്കിന്നിന് കുറച്ചൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അവർ ആൾറെഡി ഒരു അലോപ്പതി ഡോക്ടേഴ്സിൻ്റെ അടുത്താണ് കാണിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ വരുമ്പോൾ മറ്റേ ഞാൻ എൻ്റെ മാനസികമായ ഗുരുവായിട്ട് കരുതുന്ന അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡോക്ടർ സുഭാഷ് മണി എന്ന് പറയും, ചെന്നൈയിൽ. അദ്ദേഹം ഒരു നാച്ചുറോപ്പതി ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഞാനൊന്ന് കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞു. അവർ കൺസൾട്ട് ചെയ്തിട്ട് അവർ പറഞ്ഞു ഈ കുട്ടിക്ക് അടുത്തത് സോറിയാസിസിലേക്ക് മാറും. അപ്പോൾ അതുകൊണ്ട് അവർ 10 ദിവസമെങ്കിലും 10 ദിവസം അവിടെ ക്ലിനിക്കിൽ വന്നിട്ട് അവരെ ഞാൻ എല്ലാം എങ്ങനെയാണ് ഫുഡ് എല്ലാം പറഞ്ഞു കൊടുക്കാം, എന്നിട്ട് അത് അവർ ഫോളോ അപ്പ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ. അവിടെ പോയി അവർ 10 ദിവസം അവിടെ താമസിച്ചു. അതിനകത്ത് ചെറിയ ചൊറിച്ചലിനും മറ്റുമൊക്കെ മാറ്റം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ 10 ദിവസം അവിടെ രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ എങ്ങനെയാണ് ഫുഡിൻ്റെ പ്രിപ്പറേഷൻ, അതെങ്ങനെ കഴിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ ട്രെയിൻ ചെയ്തു കൊടുത്തു. ഇവിടെ വന്നിട്ടും അവർക്ക് അതേപോലെ അവരത് ഫോളോ അപ്പ് ചെയ്തു. പക്ഷേ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവർക്ക് കയ്യിലും വയറിൻ്റെ അവിടെയൊക്കെയാണ് ഇഷ്യൂസ് ഉണ്ടായിരുന്നത്. പക്ഷെ അവർ ആ മറ്റേ വെച്ചാൽ കംപ്ലീറ്റ് കവർ ചെയ്തിരിക്കുന്നത് കൊണ്ട്, മറ്റേ പർദ്ദയും മറ്റൊക്കെ ഇടുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് അത് ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്കൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷനും മറ്റുമൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഫാമിലിക്കകത്ത് പോകുന്ന സമയത്ത് എപ്പോഴും മറ്റുള്ളവരുടെ ഫാമിലി പോകുമ്പോൾ എപ്പോഴും ഈ പർദ്ദയിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു, ബാക്കിയുള്ള ഇംഗ്ലീഷ് മരുന്ന് കുറച്ച് ദിവസം കൂടി തൽക്കാലം അതെങ്കിലും കഴിച്ചു നോക്കാം, വേറെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് അത് കഴിച്ച സമയത്ത് പെട്ടെന്ന് ഒരു 2-3 വീക്സിനകത്ത് അത് ബ്യൂട്ടിഫുൾ ആയിട്ട് മാറി. എന്നിട്ട് അവർ തന്നെയാണ് ഒബ്സർവ് ചെയ്ത് പറഞ്ഞത്, സാർ ഇതേ മരുന്ന് ഞാനൊരു 6 മാസമെങ്കിലും കഴിച്ചിട്ടുണ്ടാവും. അങ്ങനെ മറ്റേ ചെറിയ ചൊറിച്ചിൽ മാറ്റം ഉണ്ടായി എന്നല്ലാതെ അങ്ങനെ കാര്യമായിട്ടൊന്നും ചേഞ്ച് ഓവർ ഉണ്ടായിരുന്നില്ല. ഇവിടെ പോയി ഞാൻ ഡയറ്റൊക്കെ എടുത്തു. പക്ഷേ അത് മറ്റേ ഇതേപോലെ തന്നെയാണ്, മരുന്ന് കഴിക്കുമ്പോൾ ചെറിയ ചൊറിച്ചിൽ മാറുന്ന പോലെ തോന്നി, അങ്ങനെയൊക്കെ തോന്നി എന്നല്ലാതെ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഡയറ്റ് 3-4 മാസം ഞാൻ കഴിച്ചതിൻ്റെ എഫക്റ്റ് ആണെന്ന് തോന്നുന്നു. ഈ മെഡിസിൻ എടുത്തതും അത് ഫുള്ളായിട്ട് ക്യൂർ ആയിരുന്നു. ഓക്കെ. ഞാനിവിടെ മറ്റേ എന്താ വരാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്തുള്ള ഹീലിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏത് മരുന്ന് കൊടുത്താലും, ഇപ്പോൾ നമ്മൾ ബയോസാൾട്ടിൻ്റെ കാര്യത്തിന് പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റീകൂപ്പിന് ഏത് കഴിച്ചാലും നിങ്ങൾക്ക് റെമഡി കിട്ടും. സോ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് വരുമ്പോൾ സ്മാൾ ഇൻറ്റസ്റ്റൈന് വളരെയേറെ പ്രാധാന്യമുണ്ട്.
അതേമാതിരി അട്ടിക്കേരിയ ആയിക്കോട്ടെ. അട്ടിക്കേരിയ നിങ്ങൾക്കറിയാലോ, റെഡിഷ് പാച്ച് വരിക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് ജസ്റ്റ് വെറുതെ വന്നിട്ട് ആരെങ്കിലും ഒന്ന് കൈകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും നഖമോ മറ്റേ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു 15 തൊട്ടിട്ട് 20 മിനിറ്റ് നേരത്തേക്ക് ആ ഭാഗം തടിച്ചിരിക്കും. അത് കഴിയുമ്പോൾ നോർമൽ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ ജസ്റ്റ് ആരെങ്കിലും ഒന്ന് മറ്റേ ഒരു തല്ല് കൊടുത്തു കഴിഞ്ഞാൽ പോലും ജസ്റ്റ് വെറുതെ ഒന്ന് തട്ടിയാൽ പോലും ശരിക്കും ഓങ്ങി തല്ലിയതുപോലെ തന്നെ പാട് വരും കവിളിലൊക്കെ, എക്സ്ട്രീം കേസസിലൊക്കെ. സോ ഇങ്ങനെ വരുന്ന എല്ലാത്തിനും നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത് സ്മാൾ ഇൻറ്റെസ്റ്റിനെ കൂടെ റെഡ്യൂസ് ചെയ്യണം. അതിനകത്ത് ഈ റെഡിഷ് പാച്ചാണ് വരുന്നതെങ്കിൽ സ്മാൾ ഇൻറ്റെസ്റ്റിനിൽ ഫയർ കൂടുതൽ എന്നാണ് അർത്ഥം. വൈറ്റ് പാച്ച് വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, വൈറ്റ് പാച്ചസ് വന്നിട്ട് മെറ്റലിൻ്റെ കളറാണ്. അപ്പോൾ ആഹാര രീതിയിൽ ശരിക്കും പ്രോപ്പറായി ഡൈജഷൻ ആവാത്ത ഒരുപാട് മെറ്റൽസ് ശരീരത്തിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സ്കിന്നിൻ്റെ മാസ്റ്റർ എന്ന് ലങ്ങാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവിടെ ഒറ്റയ്ക്കല്ല, അത് ഇറ്റ് ഷുഡ് ബി കോമ്പിനേഷൻ ഓഫ് 2 or more. അതേമാതിരി തന്നെ നമ്മുടെ സ്റ്റൊമക്കിൽ നിന്ന് സെമി ഡൈജഷൻ ആയിട്ടുള്ള ഫുഡും ഈ മറ്റേ ക്രീമി ടൈപ്പിലുള്ള ഫുഡും ഒക്കെ തന്നെ ഇപ്പം മറ്റേ നമ്മുടെ പാങ്ക്രിയാസിൻ്റെയും ലിവറിൽ നിന്ന് കിട്ടിയ ഗാൽ ബ്ലാഡറിലൂടെ ഹെൽപ്പിൽ കിട്ടുന്ന ബൈലും കൂടെ ഡൈജഷൻ ആക്കിയിട്ടാണ് നമ്മളുടെ ഫുഡൊക്കെ ബ്രേക്ക് ഡൗൺ ആവുന്നതും അതേപോലെ തന്നെ ഈ സ്മോൾ ഇൻറ്റെസ്റ്റിനിലുള്ള വില്ലാസ് വഴി ഇതെല്ലാം എടുത്തു പോകുന്നതും. അതിനുശേഷം ഈ പോകുന്ന വേസ്റ്റ് ലാർജ് ഇൻറ്റെസ്റ്റിനിലും ഇതേ പ്രോസസ്സ് ഉണ്ട്, പക്ഷെ വളരെ കുറവാണ്. എക്സസ് വാട്ടറും അതേമാതിരി തന്നെ വിട്ടുപോയിട്ടുള്ള വിറ്റാമിൻസും ന്യൂട്രീഷ്യൻസും ഒക്കെ ലാർജ് ഇൻറ്റെസ്റ്റിനും നമ്മുടെ അബ്സോർബേഷൻ നടക്കുന്നുണ്ട്. അതേമാതിരി തന്നെ സ്കിൻ ഡിസീസ് ഒബ്സർവ് ചെയ്ത് വന്ന ആൾക്കാർ, അത് കാലങ്ങളായിട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ, സ്കിൻ ഡിസീസ്, ചിലപ്പോൾ എക്സിമ, സോറിയാസിസ് പോലത്തെ ഫിറ്റിംഗ് ആയിട്ട്, അവർക്ക് നമ്മൾ നീഡിൽ ചെയ്യുന്നതിന് മുന്നേ, നീഡിൽ ചെയ്തിച്ചാൽ ഫസ്റ്റ് സിറ്റിംഗ് വന്നു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് ഇപ്പൊ ഞാൻ ചെയ്യാറിച്ചാൽ അവർക്ക് ഒരു എനിമ അവരോട് എന്ത് ചെയ്യാറുണ്ടേന് എടുക്കാൻ വേണ്ടി പറയാറുണ്ട്. എനിമ എടുത്തതിന് ശേഷം നമ്മൾ നീഡിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് സഡൻ മറ്റേ ചില സമയത്തൊക്കെ വെച്ചാൽ ഒറ്റ നീഡ്ലിങ്ങിൽ തന്നെ വലിയ മാറ്റം കാണാൻ കഴിയും. ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ. അതായത് നിങ്ങൾ ആക്ച്വലി പണ്ട് ആയുർവേദത്തിൽ പോയാലും ഹോമിയോയിൽ പോയാലും സിദ്ധയിൽ പോയാലും നേച്ചുറോപ്പതിയിൽ പോയാലും ആദ്യം അവർ നിങ്ങളുടെ വയറ് ശുദ്ധിയാക്കാനുള്ള മരുന്ന് തന്ന് ഒരാഴ്ച കഴിഞ്ഞ ശേഷമാണ് നിങ്ങളുടെ കൺസൾട്ടേഷൻ ശരിക്കും തുടങ്ങുന്നത്. ഇന്ന് ആ ഒരു സിസ്റ്റം ഇല്ല. നേച്ചുറോപ്പതിയിലൊക്കെ വന്നിട്ട് ഇപ്പോഴും എനിമയുണ്ട്. സുഭാഷ് മണി സാർ ഏത് ക്ലയൻറ്റിൻ്റെ അടുത്തും നിങ്ങൾ പോവുകയാണെങ്കിൽ ഷെഡ്യൂൾ മാത്രം പറഞ്ഞുതരും, 1+2 1+3 എന്ന്, അല്ലെങ്കിൽ 15 days once ഒക്കെ. സോ അത് ചെയ്യാതെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറില്ല. അപ്പം ഞാനിവിടെ സജീവമായി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോൺ ചെയ്യുന്നതിന് മുമ്പ് എനിമ എടുക്കാതെ ഞാൻ ഡോൺ ചെയ്യാറില്ലായിരുന്നു. ഇവിടെ വരുന്ന ആളുകൾക്കറിയാം. സോ എനിമ എന്ന് പറയുന്നത് വളരെയേറെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. പക്ഷെ ദിവസവും ചെയ്യുന്നതിനോട് നമ്മൾ അനുകൂലിക്കുന്നില്ല. അല്ല, ദിവസമല്ല സാർ, മീറ്റിങ്ങിന് വരുന്നതിന് മുന്നേ, അടുത്ത വരുന്നതിന് മുന്നേ എനിമ ചെയ്തിട്ട് വരാൻ വേണ്ടി. പിന്നെ അവരോട് ഞാൻ പറയുന്നത് കണ്ടിന്യൂസ്ലി 3 days എടുക്കാൻ പറയും. പിന്നെ ചെയ്യരുത്, പിന്നെ കഴിഞ്ഞിട്ട് 2 ആഴ്ച ചെയ്താൽ മതി. പിന്നെ എനിമയുടെ അതുണ്ടല്ലോ, മറ്റേ മെഡിസിൻ ടൈപ്പും മറ്റേ നോർമൽ ടൈപ്പും ഉണ്ടല്ലോ. ഞാൻ വെറും ചൂടുവെള്ളം മാത്രം, വെറും ചൂടുവെള്ളം, വെള്ളം തിളപ്പിച്ചിട്ട് ഇളം ചൂടുവെള്ളം ആക്കിയിട്ട് വാട്ടറിലാണ് ആദ്യം ചെയ്യാറ് 3 ഇത് കൊടുക്കാറ്. ഓക്കെ, അതിന്റെ കൂടെ കുറച്ച് ചെറുനാരങ്ങയും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാണ്. മറ്റേ ഈ 3 കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാറുണ്ട്, മറ്റേ അതിന് ചെറിയ മെഡിസിൻ ചേർക്കാൻ എന്തൊക്കെ ഉണ്ടല്ലോ, മറ്റേ അമുക്കുരം പോലത്തതും നെയ്യും പാലും ഒക്കെ. ഓക്കെ, ഞങ്ങളിവിടെ ഞാൻ ചെയ്യുന്നത് ഇവിടെ ചെറുനാരങ്ങ വെള്ളത്തിലാണ് എടുക്കാറ്. വെറും ചെറുനാരങ്ങ മാത്രമോ? ചെറുനാരങ്ങയും ചുടുവെള്ളവും. ഇളം ചൂടുവെള്ളം അല്ലേ? ഇളം ചൂടുവെള്ളം, വെള്ളം തിളപ്പിച്ചിട്ട് ഇളം ചൂടാക്കും, വളരെ മൈൽഡ് ആയിട്ടുള്ള ചൂടാക്കും, വളരെ റൂം ടെമ്പറേച്ചർ. എന്നിട്ട് അതിനകത്ത് ചെറുനാരങ്ങ പിഴിഞ്ഞിട്ടാണ് ഇവിടെ ഞാൻ എനിമ എടുക്കുക. അതിനുശേഷം തൈര് കൊണ്ടെടുക്കും. അത് ശരി, ഓക്കെ ഓക്കെ. അതിന് ഈ പാലും നെയ്യും അമുക്കുരം ഒക്കെ ചേർത്തുകൊണ്ടുള്ള ഒരു കെമിക്കൽ ഇതുണ്ട്, മെഡിസിൻ. നമ്മുടെ സാർ അത് മറ്റേ ആയുർവേദം, നാച്ചുറോപ്പതി, മറ്റേ നമ്മുടെ വൈദ്യന്മാരുടെ ഫോളോവേഴ്സ് ആയതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. അതാ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നിറത്തിനും വ്യത്യാസം. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. നമ്മൾക്ക് ഈ ആവണക്കെണ്ണ ചൂടുവെള്ളത്തിൽ കുടിക്കാൻ പറയാറില്ലേ? അതെ, അത് വന്നിട്ട് മലമിളക്കിയാണത്. ആക്ച്വലി എന്താ മലമിളക്കി എന്നാ പറയാ. മലം അവിടുന്ന് ഇളകി കളയാൻ നല്ലതാണത്. അത് വയറ് ക്ലീൻ ആവില്ല അങ്ങനെ കൊടുത്താല്?
അത് ക്ലീൻ ആവും. നമ്മളുടെ ഇവിടെ ആക്ച്വലി വന്നിട്ട് വയറ് ക്ലീൻ ആകുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിലുണ്ട്. ഒന്ന് മലമിളക്കിയും ഇനി ഒന്ന് ക്ലീനിങ് പ്രോസസ്സും ഉണ്ട്. ഈ നിങ്ങൾ കടുക്ക കഴിക്കുന്ന സമയത്തും അതേപോലെ തന്നെ ആവണക്കെണ്ണയൊക്കെ കഴിക്കുന്ന സമയത്തൊക്കെ മലമിളക്കിയാണ്. അത് മലത്തിന് നന്നായിട്ട് ഉള്ളതിനെ മുഴുവനും ഇവാക്യുവേറ്റ് ചെയ്യുകയും. ഓക്കെ. പക്ഷേ എനിമ എടുക്കുന്നത് മോഷൻ പോയ ശേഷമാണ് എടുപ്പിക്കുക. അത് ലാർജ് ഇൻഡസ്ട്രീനെ ക്ലീനിങ് പ്രോസസ്സാണ്. രണ്ടും വ്യത്യാസമുണ്ട്. പക്ഷെ മലമിളക്കുന്നത് നല്ലതാണ്. ആവണക്കെണ്ണ കഴിച്ച് നിങ്ങൾ വയറ് ശുദ്ധീകരിക്കുന്നതും വളരെ നല്ലതാണ്. പക്ഷെ എനിമയുടെ പർപ്പസ് വേറെയാണ്. ഓക്കെ സർ. ഓക്കെ. നിങ്ങൾക്ക് മലമിളക്കിയാൽ അന്നേ ദിവസം എവിടെയും പോകാൻ പറ്റത്തില്ല. അതൊക്കെ കഴിയുമ്പോഴേക്കും നിങ്ങൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ടയേർഡാവും. എനിമ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്നേ ദിവസം ഭയങ്കര എനർജി ആയിരിക്കും. 90% ആളുകളും ഒരുപാട് ടോക്സിക് ആയിട്ടും എമോഷണലി ഇംബാലൻസ് ഉള്ളവർക്ക് മാത്രം ടയേർഡ് ഉണ്ടാവും. ബാക്കിയുള്ളവർക്കൊക്കെ നല്ല എനർജി ആയിരിക്കും. ആഹാരം പോലും ഉച്ചയ്ക്ക് കഴിക്കാൻ കിട്ടിയില്ലെങ്കിൽ പോലും അവർക്ക് ഒരു ക്ഷീണം ഉണ്ടാവില്ല എനിമ എടുത്തു കഴിഞ്ഞാൽ. എനർജി ബൂസ്റ്റപ്പ് ആവും. രണ്ടും രണ്ട് കാര്യമാണ് ശരീരത്തിനകത്ത് നടക്കുന്നത്. ഓക്കെ. സാറേ ഏ ചുടുവെള്ളത്തിൽ നാരങ്ങ ഒഴിച്ച് കഴിക്കാന്ന് പറഞ്ഞല്ലോ, അത് കഴിക്കല്ല എനിമയാണ് എടുക്കുക. ആനസിലൂടെ കൊടുക്കുക. ഓ അങ്ങനല്ലേ. ഓക്കെ. വെറും വയറ്റില് അല്ല, വെറും വയറ്റില്. പക്ഷെ മറ്റേ ബാത്റൂമിലൊക്കെ പോയ ശേഷം ചെയ്യും. ഓക്കെ. സാറേ ഈ സ്കിന്നിന്റെ പ്രശ്നം ലിവറുമായി ബന്ധപ്പെട്ടെന്ന് പറയുന്നുണ്ടല്ലോ. ഇല്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഈ സാറ് പറഞ്ഞല്ല, അങ്ങനെ പൊതുവെ ലിവറിന്റെ പ്രശ്നം അങ്ങനെയല്ല. നിങ്ങളുടെ ശരീരത്തിനകത്ത് എല്ലാ ഭാഗങ്ങളും എല്ലാതുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലേ? നിങ്ങൾ സുജോക്കിൽ പോകുന്ന സമയത്ത് അവിടെ കയ്യിൽ തന്നെ നിങ്ങൾക്ക് ലിവറും ഹാർട്ടും കിഡ്നിയൊക്കെ വരുന്നുണ്ടല്ലോ. നിങ്ങൾ അത് സീഡോ മറ്റേ വെക്കുന്നത് സ്കിന്നിൽ തന്നെയാണല്ലോ. അപ്പൊ എല്ലാ ഓർഗണും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് ലങ്ങിന് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് സ്കിന്നിൽ റിഫ്ലക്റ്റ് ആവും. ഫയറിലുണ്ടെങ്കിൽ റിഫ്ലക്റ്റ് ആവും. വുഡിലുണ്ടെങ്കിലും റിഫ്ലക്റ്റ് ആവും. എർത്തിലുണ്ടെങ്കിലും റിഫ്ലക്റ്റ് ആവും. ഇപ്പൊ എക്സാമ്പിൾ, ഒരാൾക്ക് ജോണ്ടിസ് വന്നു, ലിവറിനെയാണ് ബാധിച്ച്, ഉറപ്പായിട്ടും അവരുടെ സ്കിന്നിന് മഞ്ഞ നിറം കൂടുതലായിരിക്കുമല്ലോ. അപ്പൊ സ്കിന്നുമായിട്ട് കണക്ട് ആവില്ലേ? അതെ അതെ. അത്രേ ഉള്ളൂ. ഓക്കെ. എല്ലാ ഓർഗണും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. ഒരു കണ്ണിന് ഒരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അത് ലിവർ മാത്രം ആയിരിക്കില്ല. ലിവറിന്റെ കൂടെ വേറെ ഏതെങ്കിലും ഓർഗൺ ആയിരിക്കും. അപ്പോൾ റെഡിഷ് ആണ് വരുന്നതെങ്കിൽ ഫയർ കൂടുതൽ. ഏതിലേക്ക് ഫയർ കൂടുതൽ? വുഡിൽ ഫയർ കൂടുതലാ. മനസ്സിലായില്ല? അപ്പൊ അത് ഇന്റർ കണക്ട് ചെയ്യണം. അത്രേ ഉള്ളൂ. ഇതെല്ലാം നമ്മൾ പറഞ്ഞാണ് ഇതൊക്കെ ആവശ്യത പറഞ്ഞു. അതേമാതിരി സ്മാൾ ഇൻറ്റെസ്റ്റൈൻ നമുക്കറിയാലോ, ഡൈജഷൻ പ്രോപ്പറായിട്ട് നടന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എമോഷണലിയും കൂടെ ബാധിക്കൂലേ? ദഹനം പ്രോപ്പർ അല്ല, വയറ് വീർത്തിരിക്കുകയാണെങ്കിൽ ഒന്നിനും നിങ്ങൾക്കൊരു എനർജി ഉണ്ടാവില്ല, തോട്ട് പാറ്റേൺ കറക്റ്റ് ആവത്തില്ല. സോ ഈ മറ്റേ എന്താ പറയുക, ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹാർട്ടിൻ്റെ തന്നെ എന്താ പറയുക യാങ് ഓർഗനാണ് സ്മാൾ ഇൻറ്റെസ്റ്റൈൻ. ശരിയല്ലേ? ഫയറിന്റെ തന്നെ കണക്റ്റഡ് ആയിട്ടുള്ള ഓർഗനാണ് സ്മാൾ ഇൻറ്റെസ്റ്റൈൻ. അതുകൊണ്ട് നിങ്ങളുടെ എമോഷൻ ആയിട്ട് വളരെയേറെ കണക്ട് ചെയ്ത് കിടക്കുന്നതും കൂടെയാണ്. ഓക്കെ. അപ്പോൾ ആദ്യം ഈ അബ്സോർബേഷൻ ശരിയല്ലെങ്കിൽ ഇത് ഉറപ്പായിട്ടും നിങ്ങളുടെ എമോഷണലിനെയും കൂടെ ബാധിക്കും. അതേമാതിരി തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എലമെന്റ് നമുക്കറിയാം. സ്മാൾ ഇൻറ്റെസ്റ്റൈൻ എന്നുള്ളത് ഫയറാണ്. ഫയറിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് സദേൺ പാർട്ടാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ വീടുകളിൽ തെക്ക് വശത്തും വടക്ക് വശത്തും 2 റൂം ഉണ്ടെങ്കിൽ ആ 2 റൂമിന് നിങ്ങൾ ഒന്ന് ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, രാത്രി കിടക്കുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി വടക്ക് വശത്ത് തണുപ്പ്. അതാരെങ്കിലും നോക്കിയിരുന്നോ? ഒബ്സർവ് ചെയ്തിരുന്നോ? ഇല്ല, സ്ഥിരമായിട്ട് ഒരു റൂമിലല്ല കിടക്കുന്ന, അതുകൊണ്ട് നോക്കിയില്ല. നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. വടക്ക് വശത്തുള്ള റൂമിനേക്കാളും ചൂട് കൂടുതലായിരിക്കും തെക്ക് വശത്തുള്ളത്. ഓക്കെ. ഇനി വീട് വെക്കുമ്പോഴേ ഇനി വീട് മറ്റോ വെക്കുന്നവരുണ്ടെങ്കിലേ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ, നിങ്ങൾ തെക്ക് ഭാഗത്ത് വല്ല മറ്റേ ഡൈനിങ് ഹാളോ അല്ലെങ്കിൽ സിറ്റ് ഔട്ടോ കാര്യങ്ങളൊക്കെ മതി. വടക്ക് ഭാഗത്ത് നിങ്ങൾ റൂം
വടക്ക് ഭാഗത്തിന് ഇല്ല, കാറ്റ് അങ്ങനെ കടന്നു വരും. അങ്ങനെ പറയാൻ പറ്റില്ല. എന്താ കാരണം വെച്ചാല് ഇപ്പൊ ആ വീട്ടിലുള്ളവരൊക്കെ വന്നിട്ട് ഭയങ്കര തണുപ്പന്മാരാണെന്ന് വിചാരിക്കും. ആ അപ്പൊ ഒട്ടും ആക്റ്റീവ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ഇപ്പൊ ഞാൻ തന്നെയല്ലേ നല്ലത്. പക്ഷെ നിങ്ങൾ ഇത് പറയണ മുമ്പ് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ സൗകര്യം ഇല്ലെങ്കിൽ അടുത്ത വീടുകളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തെക്ക് വശത്തും വടക്ക് വശത്തും ഉള്ളവരോട് ഒന്ന് 2 റൂമിലും അടുപ്പിച്ച് 2 ദിവസങ്ങളിലൊന്ന് കിടക്കാൻ പറഞ്ഞു നോക്കൂ, ഏതിനകത്താണ് ഹീറ്റ് കൂടുതൽ ഫീൽ ചെയ്യുന്നത്. എയർ സൊല്യൂഷൻ ഇല്ലെങ്കിൽ എല്ലാ റൂമിലും ഹീറ്റ് ഉണ്ടാവും സാർ എന്റെ കാഴ്ചപ്പാട്. അങ്ങനെയല്ല അതൊക്കെ പ്രോപ്പർ ആയിട്ടുള്ളതാണെങ്കിൽ ഈവൻ എന്റെ വീട്ടിനകത്ത് 2 റൂമുണ്ട് മുകളില്. ഒന്ന് തെക്ക് വശത്തുമാണ്, ഒന്ന് വടക്ക് വശത്താണ്. ഓക്കെ, തെക്ക് വശത്തുള്ളതിന് എയർ സഞ്ചാരം കൂടുതലാണ്, കുറച്ചുകൂടി വലിപ്പം കൂടുതലാണ്. പക്ഷെ ആ റൂമിനേക്കാളും കംഫർട്ടബിൾ ആണ് എപ്പോഴും വടക്ക് വശത്തുള്ള റൂമിൽ. അത് കുറച്ച് ചെറിയ റൂമാണ്, എയർ സർക്കുലേഷൻ ഈ മറ്റേ റൂമിന്റെ അത്ര ഇല്ലതാണ്. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലെ റൂമുകളൊക്കെ ഇരിക്കുന്നത് തെക്ക് ഭാഗത്താണ്. ഞാൻ അത് പറഞ്ഞ വെക്കുമ്പോഴേ അല്ല അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. തെക്ക് വശത്തുള്ളത് കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. അത് നിങ്ങളുടെ വീട്ടിലെ എല്ലാവരെയും ആക്ടിവിറ്റീസ് നോക്കി കഴിഞ്ഞു. കുറച്ച് മറ്റേ ബാക്കിയുള്ള ആൾക്കാരെക്കാളും കുറച്ചുകൂടി മറ്റേ ഇപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ പോലും എല്ലാ ക്ലാസ്സിലും സാർ ഉണ്ടെങ്കിൽ ക്ലാസ്സിനൊരു സുഖമുണ്ട്. എന്താ കാരണം? നിങ്ങൾ കുറച്ച് മറ്റേ ക്ലാസ്സിലെ ആക്ടിവിറ്റീസ് ആണ്. അങ്ങനെ ആക്ടിവിറ്റി വരണമെങ്കിൽ ദർ ഷുഡ് ബി ഫയർ. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും ഇതേമാതിരിയുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും കമ്പാരിറ്റീവ്ലി. അതിന് ആ സാറ് ഇവിടെ ഇല്ലാതെ ഗൾഫിലല്ലേ ഈ പറയുന്ന തെക്ക് വശത്തെ റൂമിലല്ല ഇപ്പൊ ഇല്ല. അതല്ലല്ലോ ഞാൻ പറയാം. എന്റെ വീട്ടിലെ റൂമുകളില് ഒരു 6 റൂമുള്ളതില് ഒരു റൂം ഒഴികെ ബാക്കിയുള്ളൊക്കെ തെക്ക് ഭാഗത്താണ് ഇരിക്കുന്നത്. ഓക്കെ, ഒരു റൂം ഉള്ളത് വടക്ക് വശത്തുള്ളത് ആരാ സ്ഥിരമായി താമസിക്കുന്നത് അവിടെ കിടക്കുന്നത്? അവിടെ മോളും ഭർത്താവും. ഓക്കെ, അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാ കമ്പാരിറ്റീവ്ലി നിങ്ങളുടെ ബാക്കിയുള്ള മെമ്പേഴ്സിനേക്കാളും? വീട്ടിൽ നിന്ന് വരുമ്പോ മാത്രമല്ലേ അവിടെ കിടക്കുള്ളൂ, വീട്ടിലേക്ക് വരുമ്പോ മാത്രം. ഓക്കെ. അപ്പൊ നിങ്ങൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അറിയാം ആ റൂമില് ഇപ്പൊ തൽക്കാലം നാട്ടിൽ പോകുമ്പോ അവർക്ക് റൂം ചേഞ്ച് ആക്കി കൊടുത്തു നോക്കണോ? എന്നിട്ട് ഒബ്സർവ് ചെയ്ത് നോക്കും ഒരു 3-4 ദിവസം കടന്നിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മളൊരു കാര്യം പറയുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയുന്നതിന് കുറച്ചുകൂടി ഹാപ്പിനെസ് ഉണ്ടാവും. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതിന്റെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഹീറ്റ് ആണ്. സെൻസ് ഓർഗൻ നമുക്കറിയാം ടങ്ങാണ്. ടങ്ങിൽ റിഫ്ലക്ഷൻ ഉണ്ടാവും. അപ്പോൾ മറ്റേ ടങ് ഡയഗ്നോസിസ് അറിയുന്ന ആളുകളാണെങ്കിൽ നാക്കിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ലങ് മറ്റേ എന്താ പറയുക, നിങ്ങൾ ഫയറിനെയാണ് നോക്കണമെങ്കിൽ ടീത്ത് മാർക്കൊക്കെ വരികയാണെങ്കിൽ എമോഷണലി വീക്ക് ഉണ്ട്, ഫയറിന് എനർജി വീക്ക് ഉണ്ട്. അതിന്റെ മൊത്തം സ്ട്രക്ചർ നോക്കിയ ഹാർട്ടിന്റെ അവലോകനവും ചെയ്യാം. അതേമാതിരി തന്നെ ഹാർട്ട് എന്ന് നമ്മുടെ ടങ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ കറസ്പോണ്ടിങ് സിസ്റ്റം കൂടെയാണ്. ഡയഗ്നോസിന് വളരെ നല്ലൊരു ടൂളും കൂടിയാണ് ഈ ടങ് എന്ന് പറയുന്നത്. ഓക്കെ, അതേമാതിരി തന്നെ ഇതിന്റെ സെൻസ് നമുക്ക് വന്നിട്ട് സ്പീച്ചാണ്, ശബ്ദമാണ് ഫയറിന്റെ സെൻസ്. നമുക്കത് പോസിറ്റീവിലാകുമ്പോൾ ജോയും നെഗറ്റീവിലാണെങ്കിൽ ഓപ്പോസിറ്റിലായും. അതേമാതിരി തന്നെ ഇംപ്രോപ്പർ ആയിട്ടുള്ള ലാഫിംഗ് എന്നൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഹാർട്ടിനെ കുറിച്ച് പറയുന്ന സമയത്ത്. ഓക്കെ, ഇതിന്റെ ടിഷ്യൂസ് എന്ന് പറയുന്നത് ബ്ലഡ് വെസൽസ് ആണ്. പോസിറ്റീവ് എമോഷൻസ് എന്നുള്ള ജോയ്, എന്തൂസിയാസം, അതേപോലെ തന്നെ ആളുകളായിട്ടുള്ള കണക്ഷൻ വളരെ പെട്ടെന്ന് ചെയ്യുന്ന ആളുകളായിരിക്കും. നെഗറ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്, ഗ്ലൂമി ആയിട്ടിരിക്കുന്നവരായിരിക്കും. ഇംപ്രോപ്പർ ആയിട്ടുള്ള ലാഫിംഗ്, അതായത് ചിരിക്കേണ്ട സ്ഥലത്ത് ചിരിക്കാതെ ചിരിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ചിരിക്കുന്ന ആളുകളായിരിക്കും. അതേമാതിരി തന്നെ ഫ്ലേവർ എന്ന് പറയുന്നത് ബിറ്റർ ആണ്, കളർ റെഡ് ആണെന്നുള്ളത് നമുക്കറിയാം. സൗണ്ട് ലാഫിംഗ് ആണ്, സ്മെല്ല് വന്നിട്ട് കരിഞ്ഞ മണാണ്. ഇതിന്റെ സ്മോൾ ഇൻറ്റെസ്റ്റിന്റെ ടൈം എന്ന് പറയുന്നത് 1 PM to 3 PM ആണ്. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ പൊതുവെ നന്നായി വിശക്കുന്നുണ്ടെങ്കിൽ, രാവിലെ വിശക്കുന്നുണ്ടെങ്കിലോ രാത്രി വിശക്കുന്നുണ്ടെങ്കിലോ നമ്മൾ പൊതുവെ ഉപയോഗിക്കാത്ത ഒരു വാക്കുണ്ട്, ഉച്ചയ്ക്ക് വിശക്കുമ്പോൾ മാത്രം കുടല് കരിയുന്നു എന്നുള്ളത്. അതെങ്ങനെയാണ് നമ്മൾ പറഞ്ഞതെന്ന് അറിയില്ല. ഞാൻ അക്യുപഞ്ചർ പഠിക്കുന്ന മുമ്പേ തന്നെ ഇങ്ങനെ വാക്കുകൾ പറയാറുണ്ട്. കരിഞ്ഞ മണം വരുന്നുണ്ട് കേട്ടോ എന്ന് പറയാറുണ്ട് വയറിനെ തൊട്ടിട്ട്. പക്ഷെ ഇതേ തന്നെ നമ്മൾ രാവിലെ സമയത്തോ രാത്രി സമയത്തോ അങ്ങനെ ഒരു വാക്ക് പൊതുവെ ഉപയോഗിക്കാറില്ല. അത് ബേബി നമ്മുടെ ബോഡിക്കകത്തുള്ള ഇന്റലക്ച്വൽ ആയിരിക്കണം അതിനെ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചിരിക്കണം. അതേമാതിരി ഇതിന്റെ ഓപ്പോസിറ്റ് ടൈം എന്ന് പറയുന്നത് ലിവറിന്റെ ടൈമാണ്. അതേമാതിരി തന്നെ ഇൻയാങ്ങിൽ വരുന്ന സമയത്ത് പൊളാരിറ്റി എന്നാണ് പറയുക. ഇന്നാണോ യാങ് ആണോ എന്നല്ല, പൊളാരിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യാങ് ആണ്. അതേമാതിരി തന്നെ ഒറിജിനിങ് ആൻഡ് എൻഡിങ് മെറീഡിയന്റെ നോക്കി കഴിഞ്ഞാൽ എക്സ്റ്റേണൽ മെറീഡിയന്റെ തുടങ്ങുന്നത് ഹാൻഡിൽ നിന്നാണ്, ഫിനിഷ് ചെയ്യുന്നത് ഫേസിലാണ്. ഓക്കെ,
ഏഹ് സാറ് സാർ നമ്മള് ചിലരില്ല പരിഹസിച്ചും കൊണ്ട് പൊട്ടിച്ചിരിക്കുക കളിയാക്കി അതെ ചിരിക്കില്ല അതെ അത് അതെ അതെ ഫയറിന്റെ പ്രശ്നമാണോ ഫയറിന്റെ ഫയറിന്റെ ഡിസോർഡർ? ഇംപ്രോപ്പർ ആണ്. ഫയറിന്റെ ഓക്കെ ഇംപ്രോപ്പർ ആണ്. ഓക്കെ നമ്മുടെ ഫ്രണ്ട്സ് എന്നുള്ള സിനിമയിൽ ശ്രീനിവാസനൊക്കെ ചിരിക്കുന്നില്ലേ? ആ ആ അതൊക്കെ വന്നിട്ട് ഫയർ ഇംബോലൻസ് ക്യാരക്ടറാണ്. ആ ആ ക്യാരക്ടർ കേട്ടോ, ശ്രീനിവാസനല്ല ഞാൻ ഉദ്ദേശിച്ചത്, ആ ക്യാരക്ടറിന്. ഓക്കെ, ആ ഗ്രോയിങ് ടൈമാണ്. അപ്പൊ അതിന്റെ മെറീഡിയൻ ഒരു നമുക്കറിയാം. തിരിച്ചിരിക്കാത്ത അവസ്ഥ ഉണ്ടാവണതും ഫയറിന്റെ തന്നെയാണ് അല്ലെ? ഏതാ? തിരിച്ചിരിക്കാത്തവരാണെങ്കിലും ഡിസ്ഫങ്ഷൻ ആണല്ലേ ഫയർ? അതെ 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 അതെ. നമ്മൾ ഒരെണ്ണം വെച്ചിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പോകാൻ പാടില്ല, കുറേയേറെ കാര്യങ്ങൾ നോക്കണേ. പിന്നെ മറ്റേ നമ്മൾ ഈ കൈരേഖാ ശാസ്ത്രം പഠിക്കാൻ പോകുമ്പോഴേ ഒരാൾ പഠിക്കാൻ പോയി. അപ്പൊ ആദ്യം കുറേ രേഖകളെ കുറിച്ച് ഒരു പ്രധാനപ്പെട്ട ഒരു 4 രേഖയെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു. ഇതാണ് ആയുർരേഖ, ഈ രേഖ ഇവിടം വരെ മുട്ടുകയാണെങ്കിൽ നല്ല ആയുർദൈർഘ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ വീട്ടിലൊരാളുടെ പകുതിയേ ഉള്ളൂ. അയ്യോ, ഇത് നിങ്ങൾ പെട്ടെന്ന് മരണപ്പെടുന്നു പറഞ്ഞു. ഓക്കെ, ആക്ച്വലി വന്നിട്ട് അങ്ങനെ പോയി പറഞ്ഞ് അതൊരു വലിയൊരു സീനൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അപ്പൊ അങ്ങനെ ഒറ്റന്ന് വെച്ചിട്ട് നമ്മൾ ആ ഓർഗൻ വീക്കാണ് ഇതെന്നല്ല. പൊതുവെ അക്യുപഞ്ചറിൽ നമ്മൾ പറയാറുള്ളത് ഓർഗൻ വീക്കിനെ അല്ല, മറിച്ച് നമ്മളുടെ എനർജി ഇംബാലൻസിനെ കുറിച്ചാണ് പറയുക. അങ്ങനെ ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് കുറേയേറെ കാര്യങ്ങളെ കണക്ട് ചെയ്തിട്ട് വേണം പറയാൻ. കാരണം ആയുർരേഖ അത് ചെറുതാണെങ്കിലും അതില്ലെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വേറെ ചില കാര്യങ്ങൾ അവിടെ കയ്യിലുണ്ട്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് പറയുന്നത് പോലെ തന്നെ ആയിരിക്കണം നമ്മളുടെ ഡയഗ്നോസിസ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോരുത്തരും വന്ന് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പറയുമല്ലോ, അവരുടെ ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ നിങ്ങൾ ഇതിനെ കോറിലേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ സ്മാൾ ഇൻറ്റെസ്റ്റൈൻ്റെ മെറീഡിയൻ ചെറുവിരലിലെ ആൻറ്റീരിയർ സൈഡിലാണ്, അത് നഖങ്ങളില്ലാത്ത വശത്തൊക്കെ. ഓക്കെ, ലാറ്ററൽ സൈഡിൽ നമ്മളുടെ ബോഡി അനാട്ടമിക്കായി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനോട് ചേർന്നുള്ള ഭാഗമാണ്. അവിടുന്ന് തുടങ്ങുന്ന മെറീഡിയൻ ഇരുനിറം ചേരുന്ന ഭാഗത്തു കൂടെ വന്ന് ആമിലൂടെ കൈയിൻ്റെ ബാക്ക് വശത്തുകൂടി മുട്ടിൻ്റെ അവിടെ എത്തുന്ന സമയത്ത് അനാട്ടമിക്കലി നമ്മൾ നിൽക്കുന്ന സമയത്തും ബാക്ക് വശത്തു കൂടെ വന്ന് നമ്മളുടെ കൈ മറ്റേ നമ്മുടെ ഷോൾഡറായിട്ട് ചേരുന്ന ഭാഗത്തിൽ ഒരു സിഗ്സാക് ക്രിയേറ്റ് ചെയ്ത ശേഷം അത് കാതിൻ്റെ താഴെ കൂടി ഓക്കെ നേരെ കവിളിലേക്ക് കയറി നമ്മളുടെ ബ്യൂട്ടി ബോൺ എന്ന് പറയുന്ന ഭാഗത്തേക്ക് വന്ന് ടച്ച് ചെയ്ത ശേഷം കാതിൻ്റെ അവിടെയാണ് ഫിനിഷ് ചെയ്യുന്നത്. നിങ്ങൾ വായ തുറക്കുന്ന സമയത്ത്, അതായത് പിന്നെ ചേരുന്ന ഭാഗത്ത് നമ്മൾ വായൊക്കെ മൂവ് ചെയ്യുമ്പോൾ ലാസ്റ്റിൽ ഏറ്റവും മുകളിൽ ഒരു ബോണിൻ്റെ ചെറിയ മൂവ്മെൻറ്റ് കാണാം. ആ ഭാഗത്താണ് ഈ ലൊക്കേഷൻ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നന്നായി വായ തുറക്കുന്ന സമയത്ത് അവിടെ ഒരു കുഴിയും കൂടെ നമുക്ക് കിട്ടും. ആ സ്ഥലമാണ് ഈ SI ഫിനിഷ് ചെയ്യുന്നത്. അതിൻ്റെ ഇൻറ്റേർണൽ പാത്വേ എന്ന് പറയുന്നത് നമ്മൾ ഈ മറ്റേ ഷോൾഡറിൽ സിഗ്സാഗ് എന്ന് പറഞ്ഞു അല്ലേ, സിഗ്സാഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അത് കഴുത്തിൻ്റെ മുൻവശത്തേക്ക് പോകുമ്പോൾ ക്ലാവിക്കൽ ബോണിലേക്ക് ഇൻറ്റേർണൽ ആയിട്ട് അത് പോയി ടച്ച് ചെയ്ത ശേഷം അവിടുന്ന് നേരെ അതിൻ്റെ മദർ ഓർഗൻ അല്ലെങ്കിൽ ഇൻ ഓർഗൻ ആയിട്ടുള്ള അല്ലെങ്കിൽ പെയർ ഓർഗൻ ആയിട്ടുള്ള ഹാർട്ടിനെ ടച്ച് ചെയ്ത് അവിടുന്ന് സ്റ്റൊമക്കിൻ്റെ ആ വഴി പോയി നേരെ സ്മാൾ ഇൻറ്റെസ്റ്റൈനിലേക്കാണ് ടച്ച് ചെയ്യുന്നത്. അത് കൂടാതെ SI നമ്മുടെ ഈ എന്താ പറയുക നമ്മുടെ ബ്യൂട്ടി ബോണിൻ്റെ അവിടുന്ന് ഒരു ചെറിയൊരു ശാഖ മറ്റേ കണ്ണിൻ്റെ കോണിൽ UB1 പരിസരത്ത് പോയിട്ട് അവസാനിക്കും. ഇതിനകത്ത് ചിത്രത്തിൽ റെഡ് കളറിലാണ് തന്നിരിക്കുന്നത്, ആക്ച്വലി അത് ബ്ലൂ കളറിലാണ് വരേണ്ടിയിരുന്നത്. ഓക്കെ, ഇതാണ് ഇന്റേണൽ പാത്വേ. അപ്പോൾ ഇന്റേണൽ പാത്വേ നമ്മൾ അക്യുപഞ്ചർ പഠിക്കുമ്പോൾ ഞാൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ടാവും, ഓരോ ലെയർ സിസ്റ്റമായിട്ട് പഠിക്കുമ്പോൾ ഇതിനെല്ലാം സെപ്പറേറ്റ് മെറീഡിയൻ ആയിട്ട് തന്നെയാണ് കാണാറ്. ഓക്കെ, അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് SI1 ആണ്. അത് നിങ്ങൾക്ക് അറിയാം, നഖക്കോണിലാണ്, അൾനാർ സൈഡിൽ, അതായത് ചെറുവിരലിൻ്റെ ഏറ്റവും അറ്റത്തെ ഭാഗത്ത് വിരലുകൾ ഇല്ലാത്ത ഭാഗത്തുള്ള നഖക്കോണിൽ നിന്നും 0.1 ചൂൺ മാറിയിട്ടുള്ളതാണ് SI1 എന്ന് പറയുന്നത്. നമുക്കറിയാം ഇത് മറ്റേ കയ്യിലത്തെ മെറീഡിയനിലെ കയ്യിലാണെങ്കിലും കാലുകളാണെങ്കിലും നഖത്തിൻ്റെ അവിടെയുള്ള പോയിന്റ്സ് എല്ലാം തന്നെ ജിങ്വൽ പോയിന്റ് ആയിരിക്കും. കയ്യിലുള്ള യാങ് മെറീഡിയൻസ് ഒക്കെ തുടങ്ങുന്നത് ജിങ്വൽ പോയിന്റ് എന്നാണ്. ഇൻ മെറീഡിയൻ ആണെങ്കിൽ അവസാനിക്കുന്നത് ജിങ്വലിലാണ് അല്ലേ, ശരിയല്ലേ? ലാസ്റ്റ് പോയിന്റ് കാലുകളിലേക്ക് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇതിൻ്റെ പൊതുവെയുള്ള ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പനി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് നമുക്ക് ഉപയോഗിക്കാം. കോൺഷ്യസ് പോയിട്ടുണ്ടെങ്കിൽ അതിനും നമുക്ക് ഈ പോയിന്റ്സ് ഉപയോഗിക്കാം. ഇൻസഫിഷ്യൻറ്റ് ലാക്ടേഷൻ, അതായത് പ്രസവാനന്തരം മറ്റേ സ്ത്രീകൾക്ക് വന്നിട്ട് മറ്റേ പാലിൻ്റെ കുറവുണ്ടെങ്കിൽ അത് മാറാൻ ഉപയോഗിക്കാം. അതേമാതിരി തന്നെ അവരുടെ ബ്രസ്റ്റിൽ പെയിനോ മറ്റേ ഉണ്ടെങ്കിൽ
സിവിയർ ആയിട്ടുള്ള പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്രോണിക് അല്ല അക്യൂട്ട് കേസിലാണെങ്കിൽ അത് മാറാനും ഈ പോയിന്റ് നല്ലതാണ്. സ്രോട്ട് തോട്ടിന് നല്ലതാണ്. അതേമാതിരി കണ്ണിനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കൺജക്ടിവിറ്റീസിന് മാറാൻ നല്ലതാണ്. ഹെഡ് ഏക്കിന് നല്ലതാണ്. ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ജിങ്വെൽ ആയതുകൊണ്ട് കോൺഷ്യസിനെ റീസ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കും. അതേമാതിരി തന്നെ ബ്രസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ ലാക്ടേഷന് വളരെയേറെ ഹെൽപ്ഫുള്ള പോയിന്റ് ആണ്. അപ്പം നിങ്ങൾക്ക് അവരോട് റെഗുലറായിട്ട് അവിടെ പ്രഷർ ചെയ്യാൻ പറഞ്ഞാൽ പോലും നിറയെ മാറ്റം ഉണ്ടാവും. മറ്റേ സ്മാൾ ഇൻഡസ്ട്രീൻ്റെ ഓർഗൻസിനെ ഓപ്പൺ ചെയ്യാനുള്ള പോയിന്റ് ആണ്. മറ്റേ ടങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസിന് നമുക്ക് ഈ പോയിന്റ് ഉപയോഗിക്കാം. ഹീറ്റിനെ ക്ലിയർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഓക്കെ, ഈ പോയിന്റ് വന്നിട്ട് എക്സസ് ഹീറ്റ് ഒക്കെ ഉള്ള സമയങ്ങളിൽ ഇത് ബ്ലീഡ് ചെയ്യിപ്പിക്കുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു പോയിന്റും കൂടിയാണ്. എല്ലാ ജിങ്വലിനും ആ ഒരു പ്രത്യേകതയുണ്ട്. കാരണം ആ കംപ്രഷനെ റിലീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പോയിന്റാണ്. അതായത് നമ്മുടെ കുക്കറിലൊക്കെ വന്നിട്ട് ഈ വെയിറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലേ, അത് ഇട്ട് വെക്കുന്ന സമയത്ത് അതിനകത്ത് ഓവർ ആയിട്ടുള്ള പ്രഷർ വരുന്ന സമയത്ത് ജസ്റ്റ് അതൊന്ന് റിലീസ് ചെയ്യുമ്പോൾ ആ പാത്രത്തിനകത്തുള്ള ആ കംപ്രഷൻ കുറയുന്നത് പോലെ ശരീരത്തിനകത്തും അല്ലെങ്കിൽ ഓർഗണിലോ മെറീഡിയനിലോ വരുന്ന ആ കംപ്രഷൻസിനെ റിമൂവ് ചെയ്യാൻ ഈ ജിങ്വൽ പോയിന്റ്സിനെ ബ്ലീഡ് ചെയ്യുന്നത് വളരെ എഫക്റ്റീവാണ്. ലൊക്കേഷനൊക്കെ നിങ്ങൾക്ക് അറിയാം, എന്നാലും ചിത്രത്തിൽ കാണുന്നുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സാർ ബ്ലീഡ് ചെയ്യിക്കാൻ നമ്മളിപ്പോ കുത്തിയാലൊന്നും വരുന്നില്ലല്ലോ ബ്ലഡ്. വരുന്നില്ലെങ്കിൽ നമ്മൾ വരുത്തിക്കാൻ പറ്റില്ലല്ലോ. അതൊന്ന് ഞെക്കി കൊടുത്താൽ വരും അവിടെ ജിങ്വൽ അതല്ല പോയിന്റിൽ. എങ്കിൽ നിങ്ങൾ 1-2 ഫസ്റ്റ് സിറ്റിങ്ങിൽ വന്നില്ലെങ്കിലും മറ്റേ എമർജൻസിക്ക് ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇപ്പോൾ എക്സാമ്പിൾ ഒരു പാരാലിസിസ് കേസ് അങ്ങനെയുള്ള കേസസ് ഒക്കെ ആണെങ്കിൽ അവിടെ പ്രിക്ക് ചെയ്ത് വന്നില്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് P9 സ്ഥലത്തിൽ ലൊക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ മറ്റേ ചെറുവിരലിലും മറ്റേ അതേമാതിരി പ്രിക്ക് ചെയ്താലും മതി. ടിപ്പില് അല്ലേ? ടിപ്പിൽ പ്രിക്ക് ചെയ്യുക. ഓക്കെ ഓക്കെ. കഴിയുന്നത് ആ പോയിന്റിൽ പ്രിക്ക് ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് സാധാരണ നമ്മൾ പ്രിക്ക് ചെയ്തിട്ട് നീഡിൽ വരുത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും സക്സസ് ആവാറുണ്ട് കേട്ടോ. അങ്ങനെ വരാതിരുന്നിട്ടില്ല. സാധാരണ നീഡിൽ ചെയ്യുമ്പോൾ വരില്ല. നമ്മൾ ചിലപ്പോൾ മാത്രമേ വരാറുള്ളൂ. പക്ഷെ പ്രിക്ക് ചെയ്ത് ബ്ലീഡ് ചെയ്യിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഡെപ്ത് ആയിട്ട് അറിയാതെ നീഡിൽ ഇറങ്ങും. നീഡ്ലിംഗ് ചെയ്യുമ്പോഴേ സാർ നമ്മുടെ ഈ ഇതുണ്ടല്ലോ മറ്റേ പ്രമേയത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഇതുണ്ടല്ലോ പിന്നുണ്ടല്ലോ, അതെ അതെ. അത് വെച്ച് കൊടുത്തിട്ട് എടുത്തിട്ട് അത് വെച്ചാൽ അവിടെ ഉറപ്പായിട്ടും വരും. അത് വെച്ചാൽ ഉറപ്പായിട്ട് വരും. പക്ഷെ ഞാൻ അത് വെച്ച് എപ്പോഴും കൊടുത്താൽ മതിയോ? അത് വെച്ച് ചെയ്താൽ ഉറപ്പായിട്ടും വരും. പക്ഷെ ഞാൻ ഹാഫ് ചൂൺ നീഡിൽ വെച്ച് ചെയ്യുമ്പോഴും പ്രിക്ക് ചെയ്യുമ്പോൾ വരാറുണ്ട് കേട്ടോ. അത് എല്ലാ പോയിന്റിന്നും വരില്ല സാർ. ചില ഈ കൈന്റെ ഫിംഗറിൽ ജിങ്വൽ പോയിന്റിൽ ഇപ്പൊ ഈ അങ്ങനല്ല. അതെങ്ങനെയാ വെച്ചാല് വരും. നമ്മൾ സാധാരണ ട്രീറ്റ് ചെയ്യുമ്പോഴും ബ്ലീഡിങ് ചെയ്യണം എന്ന് പറഞ്ഞ് ട്രീറ്റ് ചെയ്യുമ്പോഴും 2 തരത്തിലല്ലേ നീഡിൽ ചെയ്യാം. അതെ അതെ അതെ. എനിക്ക് ആൾമോസ്റ്റ് എല്ലാ കേസസും വന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ സാറ് പറഞ്ഞ പോലെ ഒന്ന് പ്രസ് ചെയ്താലും വരും. അല്ല, ഞാൻ ചെയ്യാറെന്താ വെച്ചാല് വെറ്റ് നീഡ്ലിങ്ങിന് ഈ പോയിന്റ് കൊടുക്കും, ഒരു മറ്റേ ലാൻസെറ്റിന്റെ പിന്നെ കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഒന്ന് ഞെക്കി കഴിഞ്ഞാൽ ഒരു 10-12 തുള്ളിയൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, അതിൽ നിന്ന് നിൽക്കാതെ കിട്ടും നമുക്ക്. ഓക്കെ ഓക്കെ. സാർ അത് എന്തൊക്കെ അസുഖത്തിന് കൂടുതൽ ബ്ലീഡ് ചെയ്യിക്കണം? മെയിൻ ആയിട്ട് വന്നിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അക്യൂട്ട് കേസസിൽ ഉണ്ടാവുന്ന സ്ട്രോക്ക്, അതല്ലെങ്കിൽ ഷോക്ക്, അങ്ങനെയുള്ള ടൈം, അതുവരെ അൺകോൺഷ്യസ്, അതേമാതിരി തന്നെ ചില സമയങ്ങളിൽ മറ്റേ എന്താ പറയുക ഹാർട്ടൊക്കെ നമ്മൾ പൊട്ടുന്ന പോലെയുള്ള ഒരു തോന്നലുണ്ടാവും. വേദനയല്ല, ഇപ്പൊ ഹാർട്ട് പൊട്ടുന്ന പോലെ BP ഹൈ ആയിട്ടുള്ള സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യും. SI2 എന്ന് പറയുന്നത് സെക്കൻഡ് പോയിന്റ് ആണ്. എങ്ങനെയാണോ നിങ്ങൾ LI1 കഴിഞ്ഞ് LI2 എടുത്തത്, അതേമാതിരി തന്നെ സ്മാൾ ഇൻഡസ്ട്രീന്റെ വിരല് നമ്മുടെ ഉള്ളം കൈയുമായിട്ട് ചേരുന്ന ആ ലാസ്റ്റ് ക്രീസ് ഇരുനിറം ചേരുന്ന ഭാഗത്ത് വരുന്ന പോയിന്റ് ആണ് ഇൻസ്പ്രിംഗ് പോയിന്റ് ആണ്. അതായത് ഇത് യാങ് മെറിഡിയൻ ആയതുകൊണ്ട് ആദ്യം മെറ്റൽ ആയിരുന്നു SI1 എന്നുള്ളത്. ഇത് മെറ്റൽ കഴിഞ്ഞിട്ടുള്ള പോയിന്റ് ആണ്, വാട്ടർ പോയിന്റ് ആണ്. ഓക്കെ, നംനെസ്, ഫിംഗറിൽ ഉണ്ടാവുന്ന നംനെസ് മാറാൻ നല്ലതാണ്. പ്രത്യേകിച്ച് ഈ ചെറുവിരലിലൊക്കെ വന്നിട്ട് നംനെസ് ഉണ്ടാവും. പ്രത്യേകിച്ച് മറ്റേ സെർവിക്കൽ സ്പോണ്ടിലിറ്റീസ് ഉള്ളവർക്കൊക്കെ വന്നിട്ട് നംനെസ് വരും. അങ്ങനെ അത് വരുമ്പോൾ ചില ആൾക്കാർക്ക് തള്ളവിരലിലായിരിക്കും വരിക, ചിലവർക്ക് മിഡിൽ ഉണ്ടാവുന്ന വിരലായിരിക്കും, ചിലവർക്ക് ചെറുവിരലിന്റെ ഭാഗത്തായിരിക്കും. സോ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ സെർവിക്കൽ സ്പോണ്ടിലിറ്റീസിനെ ശ്രദ്ധിക്കണം. അതല്ലാതെ നിങ്ങൾക്ക് നംനെസ് പെട്ടെന്ന് മാറണമെങ്കിൽ SI2 ഇടുന്നത് നല്ലതാണ്. സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ നല്ല പോയിന്റാണ്. പനിക്ക് നല്ലതാണ്, ഹെഡ് ഏക്കിന് നല്ലതാണ്, ടിനീറ്റസിനും ഈ പോയിന്റ് ഉപയോഗിക്കാം. അതേമാതിരി തന്നെ മൂത്രം ഒഴിക്കുന്ന സമയത്ത്
മറ്റേ ഭയങ്കര സ്മെല്ല് വരുന്നു, ഡാർക്ക് യൂറിൻ ആണെങ്കിൽ അത് റിലീവ് ചെയ്യാൻ, ഇപ്പൊ മൂത്രച്ചൂട് പോലെയൊക്കെ ഉള്ളതിന് നിങ്ങൾക്ക് ഈ പോയിന്റ് ഉപയോഗിക്കാം. പക്ഷെ അത് വെള്ളം കുടിക്കാത്തത് കൊണ്ടാണെങ്കിൽ വെള്ളം കുടിക്കാൻ റെഫർ ചെയ്യുക. ചിലർ വെള്ളം കുടിച്ചാലും ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. മൂത്രച്ചൂടുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഒരു നാച്ചുറൽ റെമഡി എന്ന് പറയുന്നത് നമ്മുടെ പുളിങ്കുരു ഉണ്ടല്ലോ, പുളിമരത്തിൻ്റെ നമ്മുടെ പുളിയൊക്കെ എടുത്ത ശേഷം മറ്റേ പുളിങ്കുരു നിങ്ങൾ വായിലിട്ടിട്ട് അതിൻ്റെ ആ തോല് മാത്രം വായിൽ വെച്ച് കുറേ നേരം വെക്കുന്ന സമയത്ത് നമ്മുടെ സലൈവയിൽ ആ മറ്റേ എന്താ പറയുക അതിൻ്റെ തോൽ അടർന്നു വരും. അത് രണ്ടെണ്ണം വായിലിട്ട് കഴിഞ്ഞാൽ ഒരു 20 അരമണിക്കൂർ കൊണ്ട് ആ തോല് മുഴുവൻ നമ്മൾ ഇളകി വരും. അത് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാലും ഈ മൂത്രച്ചൂടിന് വളരെയേറെ ശമനം ഉണ്ടാവും കേട്ടോ. പിന്നെ ക്ലിയേഴ്സ് ഹീറ്റ്, ആക്ടിവേറ്റ്സ് ദ മെറിഡിയനെ ആക്ടിവേറ്റ് ചെയ്യാനും ഹീറ്റിനെ ക്ലിയർ ചെയ്യാനും ഈ പോയിന്റ് നല്ലതാണ്. SI2 ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാന്ന് വിചാരിക്കുന്നു. 2 ചിത്രം തന്നിട്ടുണ്ട്. LI2 ഈക്വലൻ്റ് ആയിട്ട് LI2 ഉള്ളത് നമ്മുടെ ചൂണ്ടുവിരലിലാണ്, ഇതുള്ളത് ചെറുവിരലിലാണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ലൊക്കേഷൻ ആൾമോസ്റ്റ് അതിന് ഈക്വൽ ആയിട്ട് വരുന്ന സ്ഥലത്താണ്. ഓക്കെ, ആ ബോണിന്റെ ജോയിന്റിന് തൊട്ട് മുമ്പിലുള്ള കുഴി. അടുത്തത് SI3 എന്നുള്ളൊരു പോയിന്റ് ആണ്. വളരെ ഒരു എന്താ പറയുക ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു പോയിന്റ് ആണ് ഈ SI3 എന്ന് പറയുന്നത്. അതേമാതിരി SI5 ഒക്കെ വന്നിട്ട് ഒരുപാട് ഉപയോഗിക്കുന്ന പോയിന്റുകളൊന്നാണ്. ഓക്കെ, അതും ഇതേമാതിരി തന്നെയാണ്. ഈ നമ്മൾ SI2 പറഞ്ഞു, LI2 നമ്മൾ പറഞ്ഞു നേരെ പോയ ഉടനെ ആ 3rd ക്രീസിന്റെ അവിടെ നിൽക്കും. അത് കഴിഞ്ഞാൽ ആ ബോണ് പൊന്തിയിട്ട് അത് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങുമ്പോഴുള്ള കുഴി എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ചെറുവിരലിന്റെ നിങ്ങൾക്ക് ഇപ്പൊ ഈ ചിത്രത്തിൽ കാണാം SI3 എന്നുള്ളത് ഇല്ലേ. ഇതേമാതിരി തന്നെ ആ ബോണ് കയറി ഇറങ്ങി വരുന്ന സമയത്ത് അവിടെ ഒരു രേഖ പുറപ്പെടുന്നുണ്ട്. ചിലവർക്ക് കറക്റ്റായിട്ട് ആ രേഖയിൽ വരും, ചിലവർക്ക് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടായിട്ട് വരും. നിങ്ങൾ പ്രസ് ചെയ്ത് നോക്കിയിട്ട് ആ ജോയിന്റ് കഴിയുന്ന സ്ഥലമാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നീഡിൽ ചെയ്യേണ്ടത്. ഓക്കെ, ഈ പോയിന്റ് വന്നിട്ട് ഷൂ സ്ട്രീം പോയിന്റ് ആണ് സ്മാൾ ഇൻഡസ്ട്രീൻ്റെ, അതായത് 3ാമത്തെ പോയിന്റ്. അപ്പം ഇത് വന്നിട്ട് യാങ് മെറിഡിയൻ ആയതുകൊണ്ട് മെറ്റൽ വാട്ടർ കഴിഞ്ഞ വുഡ് പോയിന്റ് ആണ്. ഇത് മാസ്റ്റർ പോയിന്റ് ആണ്, ഡ്യൂ മെറിഡിയന്റെ മാസ്റ്റർ പോയിന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന പോയിന്റ് ആണ്. UB62 കൂടി ചേർത്ത് കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കുന്നത് ഡ്യൂ മെറിഡിയനെ സപ്പോർട്ട് ചെയ്യുന്ന വളരെയേറെ നല്ലൊരു പോയിന്റ് ആണ്. ഓക്കെ, ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പെയിൻ ആൻഡ് റിജിഡിറ്റി ഓഫ് ദ ഹെഡ് ആൻഡ് നെക്ക്. എന്തുകൊണ്ടാണ് ഇത് ഹെഡ് ആൻഡ് നെക്കിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മറ്റേ ശരീരത്തിന് എംബോസ് ചെയ്യുന്ന സമയത്ത് ഈ കൈകളിനെ വന്നിട്ട് തലയായിട്ടും നമ്മൾ കൺസിഡർ ചെയ്യും, അതേമാതിരി തന്നെ റിസ്റ്റിനെ വന്നിട്ട് നെക്കായിട്ടും കൺസിഡർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വന്നിട്ട് മറ്റേ നമ്മുടെ വിരലുകളൊക്കെ കഴിഞ്ഞ് വരുന്ന സ്ഥലമായത് കൊണ്ട് കഴുത്തുമായിട്ട് ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ്. ഓക്കെ, ബോഡി അനാട്ടമിയിൽ ഈ നമ്മളെ കൈകളിലൊക്കെ വന്നിട്ട് നിങ്ങൾ എങ്ങനെയാണോ സുചോക്ക് കണ്ടത് അതേമാതിരി ആമിനെ തന്നെ ശരീരമായിട്ട് കാണുന്ന സമയങ്ങളിൽ കഴുത്തിന്റെ ഏരിയയുടെ കുറച്ച് മുകളിലായിട്ട് സെർവിക്കൽ ഏരിയ ആയിട്ട് വരുന്ന സ്ഥലമാണ് ഈ SI3 എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നെക്കിന്റെ റിജിഡിറ്റിക്കും മറ്റുമൊക്കെ വളരെ നല്ല പോയിന്റ് ആണ്. മലേറിയയ്ക്ക് നല്ല പോയിന്റ് ആണ്. അതേമാതിരി തന്നെ നമ്മുടെ ഈ സിസ്റ്റം പ്രകാരം നമ്മളുടെ ശരീരത്തിനെ ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് ലോവർ ബാക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനെ കുറിച്ച് ആൾറെഡി സംസാരിച്ചതാണ്. ലോവർ ബാക്ക് ഉള്ളവർക്ക് കഴുത്ത് വേദന ഉണ്ടാവും, കഴുത്ത് വേദന ഉള്ളവർക്ക് ലോവർ ബാക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആൾറെഡി ഇതിനു മുമ്പ് കുറച്ച് ക്ലാസ്സുകൾ സംസാരിച്ചതാണ്. സോ ഇതിന്റെ ഓപ്പോസിറ്റിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ലുംബാറിന്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ ലുംബാർ ഏത് ഭാഗത്താണോ വരുന്നത് നിങ്ങൾക്ക് അതിനെ അപ്പർ സെർവിക്കലിൽ നിങ്ങൾക്ക് തൊറാസിക്കിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റും, ഓപ്പോസിറ്റ് സൈഡിലായിട്ട്. അതൊക്കെ ടാൻ ബാലൻസിൽ കുറച്ച് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നേ ഉള്ളൂ. ഇതൊക്കെ TCM ഉള്ളത് തന്നെയാണ് കേട്ടോ. അതിനെ ഒരു സെപ്പറേറ്റ് വിങ് ആക്കി എടുത്തിട്ടാണ് ടാൻ ബാലൻസ് ഉള്ളത്. ആക്ച്വലി TCM നമുക്ക് ഇതേമാതിരി ട്രീറ്റ് ചെയ്യുന്ന പല സിംറ്റവും നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിൽ ട്രീറ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ എങ്ങനെയാണോ പൈൽസിന് DU20 ട്രീറ്റ് ചെയ്യാം, അത് TCM ഉള്ളത് തന്നെയാണ്. പക്ഷെ അതിനെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടാണ് അവർ അതിനെ ഹൈലൈറ്റ് ചെയ്ത് ചെയ്യുന്നത്. സോ അതേമാതിരി മറ്റേ ലുംബാറിനും സാക്രം റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസിന് നമുക്ക് ഇവിടെ ട്രീറ്റ് ചെയ്യാം. അതേമാതിരി തന്നെ ഫിംഗേഴ്സിനൊക്കെ ഉണ്ടാകുന്ന കോച്ചിപ്പിടുത്തത്തിന് നമുക്ക് ഉപയോഗിക്കാം. എൽബോ ആൻഡ് ആമിനെ സപ്പോർട്ട് ചെയ്യാനുള്ള പോയിന്റും കൂടിയാണ്. കാരണം സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അതിന്റെ ലോക്കൽ ഏരിയയിലേക്കും അതിന്റെ എഫക്റ്റ് കിട്ടും. അതേമാതിരി തന്നെ മാനസികമായിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവർക്ക്, എപ്പിലെപ്സിയുടെ ഇഷ്യൂസ് ഉള്ളവർക്കൊക്കെ നമുക്ക് ഈ പോയിന്റ് ഉപയോഗിക്കാൻ പറ്റും. കാതിനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. അതേമാതിരി തന്നെ ഐയിലുണ്ടാകുന്ന കൺജഷൻ മാറാനും ഈ പോയിന്റ് നല്ലതാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ബെനിഫിറ്റ്സ് ദ നെക്ക് ആൻഡ് ബാക്ക്, ആക്ടിവേറ്റ്സ് ദ മെറിഡിയൻ, എക്സ്പെൽസ് എക്സ്റ്റീരിയർ വിൻഡ്, റെഗുലേറ്റ്സ് ദ ഡ്യൂ മെറിഡിയൻ, കാംസ് ദ ഷൻ ആൻഡ് ട്രീറ്റ്സ് മലേറിയ. വളരെ നല്ല പോയിന്റ് ആണ്. ഒരുപാട്
മറ്റേ എന്താ പറയുക ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു പോയിന്റും കൂടിയാണ് ഈ SI3 എന്ന് പറയുന്നത്. SI3 ഈസ് എൻ എക്സലന്റ് പോയിന്റ് ഫോർ നെക്ക് ആൻഡ് ബാക്ക് ഇഷ്യൂസ് വെൻ കപ്പിൾഡ് വിത്ത് UB62. നെക്കിലും ലോവർ ബാക്കിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ UB62ന്റെ ഒപ്പം SI3യും കൂടെ നീഡിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എഫക്റ്റീവായിട്ട് നെക്ക് ആൻഡ് ബാക്ക് ഇഷ്യൂസിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ലൊക്കേഷൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയൂ. നമുക്ക് 9:30 മണി ആയി. ഞാൻ കണ്ടിന്യൂ ചെയ്യണോ അതോ അടുത്ത ക്ലാസ്സിൽ എടുത്താൽ മതി? സാർ അടുത്ത ക്ലാസ്സിലാക്കാം. ഞാൻ അല്ല ഒന്നും മനസ്സിലായി. നിങ്ങൾ ഖത്തറിലുള്ള ആളാണ്. അവിടുത്തെ സമയം സാഹചര്യങ്ങൾ വ്യത്യാസം ഉണ്ടാവും എന്നുള്ളത് അറിയാം. കുഴപ്പമില്ല. കുഴപ്പമില്ല. ഇന്ന് കുറച്ച്